عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق رسول الله. قال الله عز وجل: أنا زعيم ببيت في ربل الجنة لمن ترك المراء وإن كان محقا. صدق رسول الله صلى الله عليه وسلم. ألف الألف نظاما مدهي على العالي عال أول السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله محمد رسول الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله മഹത്തായ ഞങ്ങളെ ഈ പള്ളിയിൽ നടന്നുകൊണ്ടുള്ള സ്വലാത്തു മജ്ലിസുമായി ബന്ധപ്പെട്ട പരിപാടി, ഈ വേദിയിൽ ഉപവിഷ്ടരായ ഞങ്ങളെ ഈ സ്ഥാപനത്തെ ധാരാളം നേതൃത്വങ്ങളായ ഉസ്താദുമാരുള്ള പ്രിയപ്പെട്ട മാഗുണ്ടി സഖാഫി ഉസ്താദ് ഉൾപ്പെടെ ഈ സ്ഥാപനത്തെ വളരെ പ്രധാനപ്പെട്ട നേതൃത്വം ഞങ്ങളെ കില്ലൂർ സഅദി ഉസ്താദ് ഉൾപ്പെടെയുള്ള അലിമീങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പൽക്കകേക്കടെ ഉമ്മമാർ, ഈ പരിശുദ്ധമാകപ്പെട്ട ജാവുലും ഞങ്ങൾ കൂടിയ ഈ മജ്ലിസ് അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായിട്ട് അള്ളാഹു ഖബൂലാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട മജ്ലിസായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മഗ്രിബ് നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ചില പരിപാടികൾ അതിനോട് ആക്കിയാണ്. അതിൽ പിന്നെ ഇപ്പൊ നല്ലൊരു വാഴ പരിപാടിയും അവസാനം നല്ല പ്രാർത്ഥനയുണ്ടാവും. പുളിക്കൂർ ഉസ്താദ് അതിലെല്ലാം കൂടുതൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വന്യരായ
സയ്യിദ് സാദാത്ത് തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപന വളരെ ഉത്തുംഗത്തുക്ക് പോയോണ്ടുള്ളതിൽ ഞങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന ആൽമാറായിട്ടിക്കണം. ഊട്ടെ ദർസും വിശിഷ്യ ഊട്ടെ സഹോദരിമാരുള്ളെങ്കത്തെ അങ്ങനെ ഒരു സെക്ഷനും അതെല്ലാം വളരെ ഭംഗിയോടെ ഞങ്ങളെ സ്റ്റേറ്റിಗೆ ഒരു മാതൃകപരമായിട്ട് നടന്നുകൊണ്ടുള്ള ഒരു സ്ഥാപനം. അള്ളാഹു എനിക്ക് ഉത്തരോത്തരം ഉയർത്തട്ടെ. വന്യരായ തങ്ങള് ഖത്തർ പര്യടനത്തിലാണ് ഉള്ളത്. അപ്പൊ തങ്ങൾ ഉസ്താദ് നിർദ്ദേശന പ്രകാരമാണ് ഇവിടെ എത്തിപ്പെട്ടുകൊണ്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു കുറിയ നേരം നമുക്ക് പൽക്ക പറയാം. പിന്നെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തുമ്പോ നമുക്ക് വേദി വിട്ടുകൊടുത്തിട്ട് ദുആത്ത് കിടക്കാം. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാകപ്പെട്ട സഫർ, ആ സഫർ തീരുകയിട്ടു. ഇനി ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ആവേശമായ റബീഉൽ അവ്വൽ തിങ്കളാണ് കടന്നു വന്നുകൊണ്ടുള്ളേ. അതിനെ വളരെ ഇഖ്ലാസോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ലാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും ആയുസ്സും അല്ലാഹു നീട്ടിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഇണ്ടത്തെ ഈ മജ്ലിസിൽ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഫുർഖാൻ. ആ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്തിൽ യജമാനനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല അടിമകൾ ആരാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള പൂർണ്ണ പരിപൂർണതയുള്ള അടിമകൾ ആരാണ്, അങ്ങനെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ എണ്ണിയോണ്ടല്ലാഹു 10-12ഓളം പണ്ടേ ഒരു നല്ല അടിമയുടെ അടയാളങ്ങൾ അല്ലാഹു നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ള. ഇൻഷാ അല്ലാഹ് സൗകര്യ പോലെ ടൈം പോലെ അതിലെ ആ 12 അടയാളങ്ങളിൽ നിന്ന് ഓരോന്നും നമുക്ക് ഇങ്ങനെ വിശദീകരിച്ചോണ്ട് പോവാം. ആദ്യമായിട്ട് തുടക്കത്തിൽ ഓതി വെച്ചില്ലേ, വഇബാദുർ റഹ്മാൻ, നല്ല അടിമകൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു അംഗീകരിക്കണേ പരിപൂർണതയുള്ള അടിമകൾ ആര്, അതാണ് അള്ളാഹു വിശദീകരിക്കണേ. അത് തുടങ്ങിയിട്ട് അള്ളാഹു ചൊല്ലുടെ ഒന്നാമത് അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, നല്ല അടിമകാറ് ചൊമ്മ നിസ്കരിക്കടങ്ങാണ്ടുള്ള പഷ്ടുക്ക് ചൊന്നേ, ചൊമ്മ നോമ്പ് നോക്കിടങ്ങാണ്ടുള്ള പഷ്ടുക്ക് ചൊല്ലേ. ഒന്നാമത് ചൊല്ലേ ഈ ഭൂമുഖത്ത് വളരെ വിനയത്തോടെ ജീവിക്കിടങ്ങ, വളരെ വിനയത്തോടെ സഞ്ചരിക്കിടങ്ങായുടെ ആയത്തിൽ മുഫസ്സിരീങ്ങൾ ചൊല്ലാറ് ദുനിയാവിടെ ജീവിതമാണത്, ജീവിതത്തെയാണ് അവിടെ വിശദീകരിച്ചുകൊണ്ടുള്ളേ. അപ്പൊ ഈ ദുനിയാവിലോ വളരെ തായ്മയോടെ, തായ്മയൊന്നെങ്കിൽ കിബുറോ അഹങ്കാരമോ അഹംഭാവമോ അതൊന്നുമില്ലാണ്ട് വളരെ താഴ്മയോടെ താന്നിട്ട് വിനയത്തില് വിനയാമ്രതയൊന്തിಗೆ ജീവിಸುವವರು അങ്ങായിട്ടിക്കട് അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയുടെ ഒന്നാമത്തെ അടയാളത്തിൽപ്പെട്ട ആൾമാർ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതെത്ര വലിയ സമ്പന്നനായിട്ടിക്കോ, അല്ലെങ്കിൽ ഉന്നതമായ അധികാരത്തിലുള്ള ആളായിട്ടിക്കോ, അല്ലെങ്കിൽ ഒരു പരിസരത്തെ ആഡളിതാധികാരിയായിട്ടിക്കോ, ഒരു പരിസരത്തെ പ്രസിഡന്റ് ആയിട്ടിക്കോ, ഏത് ഉദ്യനില്ലെങ്കിലും എത്ര വലിയ സ്ഥാനത്തിലെങ്കിലും അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, വളരെ താഴ്മയോടെ ജീവിക്കണ മനസ്സവണുകൊണ്ട, എന്നാൽ അവനാണ് അള്ളാഹുടെ മുന്നിൽ വിജയിച്ച അടിമ. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ മാതൃകയാക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എത്ര വലിയ പദവിയല്ലേ അള്ളാഹു കൊടുത്തേ, ചെറിയ പദവി എന്തുമല്ലല്ലോ, എത്ര വലിയ പദവി കൊടുത്തില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു. പക്ഷേ ആ നബി തങ്ങളുടെ ജീവിതം നോക്കൊരു ദുനിയാവുടെ ജീവിതം. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു അൻ അബീഹി, ആ മഹാനവറുകൾ അയാളുടെ ബാപ്പടെ തൊട്ടിട്ടു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉണ്ടോ? എന്തിന്? അയാളുടെ ബാപ്പ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പോയിട്ട് കേട്ടില്ലേ? എന്തിന് കേട്ടെ? ഇവർ നോക്കൂ, ധാരാളം പെണ്ണുങ്ങൾ തങ്ങളെ വാള് കാതു കൊടുത്തോണ്ടിരിക്കുവാർ. അങ്ങും കൂടി ഉപകരിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലി എങ്ങനെയും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലി എങ്ങനെയും ആയിഷ ബീവിട്ട പോയിട്ട് കേൾക്കണ മാ കാന ഫിറാശു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല ആയിഷ ഉമ്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുമ്പത്തു ബിരിപ്പ് എങ്ങനെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാങ്കുന്നായോട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ കണ്ടിന്യൂ ആക്കാവലേ. اللهم صل على سيدنا الله أكبر 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 أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن رسول الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر لا إله إلا الله. അപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വന്നിട്ട് മാ കാന ഫിറാശു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടക്കുമ്പോ അത്ര വലിയ നേതാവ് ബിരിച്ചോണ്ടിന്റെ ബിരിപ്പ് ഏത് എന്ന് കേട്ടപ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലുന്ന ഉത്തരം നോക്കൂ. മിസ്ഹുൻ തസന്നൈതുഹു സിൻതൈൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടുക്കുകോ ബിരിച്ചോണ്ടിന്നോ ബിരിപ്പില്ലേ. അതൊരു റോമ വസ്ത്രമാണ്, വളരെ തെളുപ്പുള്ള വളരെ നേരിട്ടുള്ള ഒരു റോമ വസ്ത്രമാണ് മിസ്ഹോൻ. ആ റോമ വസ്ത്രത്തെ മേലെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കിടക്കറോ. പിന്നെ ആയിഷ ഉമ്മ ചൊല്ലു നോക്കറോ, അത് വളരെ തെളുപ്പുള്ളതല്ലേ, അതിനെ മേലെ കിടന്നെങ്കിലും നിലത്തെ മേലെ കിടന്ന പോലെ
വേറെന്തും അതില് മൃദുലതയില്ല, നല്ലൊരു ഗട്ടിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കടോ ആ റോമാ വസ്ത്രത്തോ സന്നൈതുഹു സിൻതൈനി, നാനതിരെ രണ്ട് മടക്കാക്കറോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമ്പോ നാനതിരെ രണ്ട് മടക്കാക്കിയിട്ട് വിരിച്ചു കൊടുക്കടേ. എന്തേ കാരണ? അപ്പത്തിൽ ഗട്ടിയാവല്ലോ. ഞാനത് രണ്ട് തട്ടാക്കട മടക്കിട്ട് ഒരു റോമവസ്ത്ര എന്തേ നേരെ അതിലേക്ക് കിടന്നെങ്കിൽ അതിനെ കാട്ടി നിലത്തിൽ കിടക്കാം, അത്രേ ഉള്ളത്. അപ്പൊ രണ്ട് മടക്കാക്കിട്ടാകുമ്പോ എന്താവും? ഒരു തെല്ല് തൈറ്റ് ദഫാവല്ലോ, തെല്ലൊരു മൃദുലതയാവല്ലോ. ആ രണ്ട് മടക്കാക്കിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നോണ്ടിന്നെ അങ്ങനെ ജീവിതം നോക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിടെ അങ്ങനെ ജീവിതം എത്ര താഴ്മയേറിയ ജീവിത. ഇനിയോ ആയിഷ ബീബി ചൊല്ലുന്ന കുറു 400 നാൾ നബി തങ്ങൾ തികയുന്ന നബിയെ അതിന് രണ്ട് മടക്കല്ല 4 മടക്കാക്കട. നീ കിടക്കുമ്പോ 4 മടക്കാക്കടേ. അപ്പൊ ഒന്നും കൂടി മൃദുലത്തെ ബറുവല്ലേ, ഒന്നും കൂടി കിടക്കുന്നതിൽ സുലഭാവു റാഹത്താവല്ലോ. അപ്പൊ ഞാൻ എന്താ 4 മടക്കാക്കട നബിയെ. അത് നബി തങ്ങൾ കേട്ടു. അങ്ങനെ 2 ജാഹും കിടക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കിട്ട് അതിനെ 4 മടക്കാക്കിട്ട് ഒന്നും കൂടി കിടക്കുക റാഹത്താവിടെ പോലെ അഷ്റഫുൽ ഖൽഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിരിപ്പുടെ മടക്കിട്ട് ദില്ല് ഗട്ടിയാക്കി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ഉറങ്ങില്ല. അതില് ഉറങ്ങിട്ട് സുബൈകിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേട്ട് മാ ഫറസ്തും ലീ അല്ലൈല, അല്ല ആയിഷ ഇന്നലെ ജാവോ ഞാൻ കിടക്കട ജാഗല് നീ എന്തൊരു ബിരിച്ചു തന്നറോ, ഇന്നലെ ജാവോ ഞാൻ കിടക്കുമ്പോ നീ എന്തൊരു ബിരിച്ചു തന്നറോ. അപ്പൊ ആയിഷ ഉമ്മകളുടെ വേറെന്തുമില്ല നബിയേ, വേറെ സ്പെഷ്യലായിട്ട് എന്തുമില്ല നബിയേ. നിങ്ങൾ എപ്പോഴും കിടന്നുറങ്ങണേ ബിരിപ്പില്ല നബിയേ. അതേ ബിരിപ്പു നബിയേ നാ ബിരിച്ചിരോ. പക്ഷേ നിങ്ങൾക്കുള്ള സമാധാനാവട്ടെയും നിട്ടോ, നല്ല വറക്ക് പിടിക്കട്ടെയും നിട്ടോ. 2 മടക്കാക്കാണ്ട് നാണ് 4 മടക്കാക്കിട നബിയേ. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാ ആയിഷ റുദ്ദൂഹു ലിഹാലതിൽ ഊലാ, ആയിഷ 4 അങ്ങനെ പിരിക്കുക തീറ. ആയിഷ 4 നീന് 4 മടക്കാക്കുക തീറ. എപ്പോഴും 2 മടക്കല്ലേ ആക്കിയോണ്ടിന്ന് അതേപോലെ ആക്കിയെങ്കിൽ മയാവോ. എന്തേ കാരണ? ഫഇന്നഹു മനഅനി വതഅതുഹു സ്വലാത്തിയൽ ലൈല. 4 മടക്കാക്കിട്ട് നാണ് ഉറങ്ങിയപ്പോ എന്റെ ജാവത്തെ നിസ്കാരത്തിൽ അത് അഡ്ഡബന്നര ആയിഷ ഗട്ടില് വർക്ക് വന്നു പോയിട്ട് ആയിഷ അത് നമ്മുടെ ജാവത്തെ നിസ്കാരത്തുക തടയാക്കിയോണ്ടുണ്ടോ. അതുകൊണ്ട് ഫറുദ്ദൂഹു ലിഹാലതിൽ ഊലാ. ഒന്നാമത് ഇന്നലെ മുഞ്ഞാണ്ടല്ല എങ്ങനെ ബീച്ച് അത് മയാവും, നക്കത് മയാവും. നക്കെന്തു മൃദുലത്തെ വേണ്ട. മൃദുലത്തെ ആക്കിയെങ്കില് തന്റെ നിസ്കാരത്തുക വേഗ എണിക്കിടേക്കത് അടിപൂണ്ടുപോകും. ആര് ചൊല്ല ഇത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ലാളിത്യമുള്ള ജീവിതം നോക്കുറുന്നിങ്ങ. ഞങ്ങളെ ഒരു കിടക്കട അവസ്ഥ നോക്കുറുന്നിങ്ങ, ഞങ്ങളെ ബെഡ്റൂമിന്റെ ഒരു അവസ്ഥ നോക്കുറുന്നിങ്ങ. അപ്പൊ ദുനിയാവില് അങ്ങ് വളരെ വിനയത്തോടെ അഹംഭാവ ഇല്ലാണ്ട് അധികാരത്തെ ഹുങ്കില്ലാണ്ട് അതിരെ മനുഷ്യന്മാർക്ക് കാട്ടാണ്ട് തായ്മയോടെ ജീവിച്ചില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
പിന്നൊരു റിവായത്തിൽ കാണാം ആയിഷ ബീവി ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മടക്കാക്കിട്ട് കിടക്കടെ ഈ റോമ വസ്ത്രത്തെ ഒരു പെണ്ണിനെ കണ്ടപ്പോ അയിമ നല്ല സ്പോഞ്ചുള്ള നല്ല നല്ല മൃദുലത്തെ ഉല്ലംഘത്തെ ഒരു നല്ല വിരിപ്പ് കൊമ്പന്ത് ആരെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട. കാരണം ലോക നേതാവല്ലേ മുത്തുനബി തങ്ങള്. റബീഉൽ അവ്വലാണ് കടന്നു പണ്ട് ധാരാളം പഠിക്കണമെന്ന് മുത്തുനബി തങ്ങൾ ആറിട്ട് പഠിക്കണമെന്ന്. അതാണ് മഹബത്ത് ഏറ്റവും വലിയ ഭാഗ്യ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ആ പെണ്ണിങ്ങ നല്ല മൃദുലത്തെ ഉല്ലംഘത്തെ ഒരു വിരിപ്പ് കൊടുന്നപ്പോ അതിന് നബി തങ്ങൾ കണ്ടിട്ടും ആയിഷ അത് ആ പെണ്ണിങ്ങോ തിരിച്ചു കൊടുക്കറു. നക്ക വേണ്ടത് ഞാൻ അതിൽ കിടക്കില്ല, നക്കത് വേണ്ട. അത് ആ പെണ്ണിങ്ങോ തിരിച്ചു കൊടുക്കറു. വല്ലാഹി ലൗ ശിഅതു ലഅജ്റല്ലാഹു അലയ്യ ജബാല الذهب والفضة. ആഗ്രഹിച്ചിട്ടിരുന്നെങ്കില് അങ്ങനെ കിടക്കണോണ്ട് ആഗ്രഹിക്കുന്നെങ്കില് അല്ലെങ്കിൽ നക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കില് സ്വർണ്ണ വെള്ളിയുടെ പർവ്വതങ്ങളെ അല്ലാഹു നക്ക് തറത്താ. നക്കത് ദുനിയാവുല് വേണ്ട. അങ്ങനെ ദൂരാക്കിയാറ്. അതാണ് അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഈ ഭൂമുഖത്ത് വളരെ തായ്മയോടെ ജീവിക്കുകയെന്നെങ്കിൽ അതാണ് യാ അല്ലാഹ് യഹ്യ ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹു ചൊല്ലു നോക്കറു വകാന ലാ യഅനഫു വലാ യസ്തക്ബിറു അൻ യംശിയ മഅൽ അർമിലതി വൽ മിസ്കീനി ഫയഖ്ലിയ ലഹു ഹാജതഹു. മുഅ്മിനീങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നു വിധവങ്ങളൊട്ടിಗೆ നടക്കുക, പാവത്തങ്ങളൊട്ടിಗೆ നടക്കുക. ഒരു കിബറുമില്ലല്ലോ, ഒരു അഹങ്കാരമില്ലല്ലോ. എത്ര പാവത്തുണ്ട് ഒട്ടിക പോലും നടന്ന നേതാവാണ്. ഒരു കുഷ്ഠരോഗിനെ കാണുമ്പോ മദീനത്തെ ആൽമാർത്തിൽ ദൂരായപ്പോ ആ കുഷ്ഠരോഗിയെ മുട്ട വിളിച്ചിട്ട് ബലത്തെ തൊടരെ മേലെ പാട്ടിട്ട് മുത്തുനബി തങ്ങ ഉന്നോടെ പ്ലേറ്റിൽ കൈയിട് പാട്ടിട്ട് ചോറുനാട്ടിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വളരെ താഴ്മയുള്ള ജീവിതം കാട്ടിയ നേതാവാണ്. അതുകൊണ്ട് ആ താഴ്മ ഞങ്ങളുടെ ജീവിതത്തിലും വേണു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനല്ലേ. വിശാലമായ ഇസ്ലാമി സാമ്രാജ്യത്തെ അടുക്കി ഭരിച്ച ഖലീഫയല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഡ്രസ്സിൽ എന്തെങ്കിലും മായം കൊണ്ടല്ലേ അതിക്ക് 10 വെക്കണയുണ്ടാറ് ഞങ്ങളെ ഭാഷയിൽ നക്കിണിക്കൽ. അങ്ങനെ ഒന്നെങ്കിൽ ഒരു കമീസിലെ ഒരു ഭാഗം പറഞ്ഞു പോയെങ്കിൽ അതിനെ പിന്നെ എടുത്ത് ബൽച്ചറല്ല അവിടെ വേറെ വസ്ത്രത്തെ ഒരു തുണ്ടുടെ ജോഡനെ ആക്കടെ. അവിടെ അത് ഒന്ന വേറെ കളറായിട്ടിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് അതൊരു നമ്മുടെ വിഷയം. അത് ഞങ്ങൾക്ക് അങ്ങനെ ഇട്ടുപോണ ഒരു മനസ്സ് ഒപ്പുക. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ആ തുണ്ടു വസ്ത്ര ജോഡനാക്കിയ കമീസ് ഇട്ടുപോയി. എത്രത്തോളം ഒരൊറ്റ കമീസില് 14 ಜಾಗല് ತುಂಡು ಬಟ್ಟೆಯನ್ನು ಜೋಡಿಸಿದಂತಹ ಕಮೀಸಿಂತ ഒരൊറ്റ കമീസില് 14 ಜಾಗലാണ് 10 വെച്ചിനെ. 6 ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനെ ജീവിതം നോക്കൂ. നിങ്ങൾ ദുനിയാവുടെ ജീവിതം നോക്കൂ. അതാണ് നല്ല അടിമയുടെ ഒന്നാമത്തെ അടയാള അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ലോകത്തുള്ള അങ്ങനെ ഈ ഇഹലോക ജീവിതം അത് വളരെ താഴ്മയോടെ വിനമ്രതയോടെ ആയിട്ടുണ്ട്. അങ്ങാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമങ്ങ. ഖുർആൻ ചൊല്ലേത്. ഇനിയോ ഞാൻ വളരെ സ്പീഡായിട്ട് പോകേണ്ടതിൽ ചൊല്ലുകൊണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ നിങ്ങൾക്ക് ചൊല്ലാം. സമയാമ്പത്തു പിന്നെ ചുരുക്കിയോണ്ട് പറയല്ലോ. നല്ല അടിമയുടെ രണ്ടാമത്തെ അടയാള നല്ല അടിമയുടെ രണ്ടാമത്തെ അടയാള ഇതെല്ലാരും കേട്ടുവെക്കണോ. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ وإذا خاطبهم الجاهلون قالوا سلاما.
അങ്ങനൊട്ടിಗೆ ആരെങ്കിലും വിവരയില്ലാത്തങ്ങ ബുദ്ധിയില്ലാത്തങ്ങ അറിവില്ലാത്തങ്ങ തർക്കത്തുക വന്നെങ്കിൽ അങ്ങനൊട്ടിಗೆ തിരിച്ചിട്ട് തർക്കാക്കു നിക്കലല്ലോ ഖാലൂ സലാമാ അങ്ങ രക്ഷപ്പെട്ട തെരു നോക്കുവാർ അങ്ങ അവന്റെ ബുട്ടിട്ടൊന്ന് രക്ഷപ്പെട്ട തെരു നോക്കുവാർ ഇങ്ങായിട്ടിക്കട് നല്ല അടിമകളെ കൂട്ടത്തില് രണ്ടാമത്തെ ആൽമാറ് പരിശുദ്ധ ഖുർആൻ അങ്ങ തർക്കത്തിന് നിക്കലാണ് എങ്ങനെ കണ്ടവിടെല്ല ആരും മുണ്ടാറ് അങ്ങ് തിരിച്ചു കൊടുക്കണേ ചില ആൾമാർക്ക് ഒരു സ്വഭാവമുണ്ട് ഈ പറഞ്ഞ എല്ലാവരും അങ്ങ് എന്തിനാറ് അങ്ങ് പേരച്ചിൽ അത് നല്ല വിഷയമാണ് പേരച്ചിൽ അതങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട് പേരച്ചിൽ എന്റെ ഒന്നെങ്കിൽ അങ്ങനെ നാനാരെ തണ്ടേക്ക് പോകണില്ലേ നന്റെ തണ്ടകാറ് വന്നെങ്കിൽ നാണ് ബുടുംബുടലേ ഞാനെന്ത് പെതമ്പ് പറയണല്ല നക്കാരെങ്കിലും പെതമ്പ് ചെന്നെങ്കിൽ പിന്നെ നണ്ടത്ര വലിയ പെതമ്പ വേറെ ആരില്ലേ ഇങ്ങനെ പേരച്ചിട്ട് ഇതൊരു വലിയ ഒരു പ്രസിദ്ധി ഉണ്ടാ അങ്ങനല്ല തിരിച്ചിട്ട് നീന് വാതാക്കോ പോണുകെ തീരമ്മ ഉണ്ടിട്ടിಗೆ പെതമ്പു ചൊന്ന ഉണ്ടിട്ടിಗೆ നീ തിരിച്ചിട്ട് പെതമ്പു ചൊല്ലകോ പോണകോ തീറാ അടിക്കോ ബന്ന ഒണകു നീ തിരിച്ചിട്ട് അടിക്കോ പോണകോ തീറാ അതാണ് നല്ല അടിമ ഒന്നാമത്തേത് അവನು നല്ലവണു അവನು തായ്മയുള്ളവണു അവನು നല്ലവണു രണ്ടാമത്തേത് നല്ലവണു ആയിമയാവല്ലേ അറിവില്ലാത്ത തർക്കിക്കോ പറമ്പൊത്തുകോ അവണ്ടിട്ടിಗೆ നക്കും തീരിയൊന്നിട്ട് തർക്കിക്കോ പോണ്ടല്ല അതിരെ കൈപുട്ട് നിക്കടവണായിട്ട് നല്ല അടിമ അപ്പോ പെതമ്പു നക്ക് ചൊന്നെങ്കിൽ ഞാൻ അതിനെ കാട്ടി പെതമ്പാ ചൊല്ലവണല്ല നല്ലവണു അങ്ങനെ ചൊല്ലുകേ തീരാ ആ വാക്ക് പറയുകേ തീരാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഞങ്ങൾ തിരിച്ചിട്ട് പ്രതികരിക്കുന്ന ആൾമാരാവണു തീരാ അല്ല ഉസ്താദ് നിന്റെ ഭാഗത്ത് ഹക്കുണ്ടോണ്ട് അവന് ഇല്ലാത്തത് ചൊന്നേൻ നിന്റെ ഭാഗത്തിലെ ഹക്കുള്ള കറക്റ്റ് വിഷയ അവന് ചൊന്നത് ശരിയില്ല നീ എന്തൊക്കെ അറിവില്ലാത്ത അവണ്ടിട്ടിಗೆ തർക്കിക്കണു ഈ ചൊമ്മ കുടുംബത്തിലെ പ്രശ്നം ഇവിടെ പണ്ട് കൊണ്ടുണ്ടാ മാമിയും മറുമോളിടലാണ് പ്രശ്നബണ്ടി ചുമ്മ പ്രശ്നം ആൺമക്ക അവ വിട്ടു പോണു കാരണ അങ്ങ് പോയിട്ട് ഫ്ലാറ്റിൽ തെക്കുള്ള കാരണ അങ്ങ് പോയിട്ട് ബാടികയിൽ തെക്കുള്ള കാരണ അത് സ്കൂൾ മുട്ടാവിടും മദ്രസ മുട്ടാവിടുണ്ടല്ല അതിൽ ചുമ്മ കാരണ ഇവിടെ ഒന്നുണ്ട ഔദ്യോഗിക മാമി മറുമോളിലെ അടിപിടി ഗലാട്ടയാണ് അതൊക്കെ കാരണം എന്റെ വാള് കേട്ടോണ്ടുള്ള ഉമ്മമാരെ പാലക്കാർത്തി പെൺമക്കളെ കേക്കുറു ഈ ഒരു അടയാളം നിങ്ങൾ പറിച്ചു വെക്കുറു ചിലപ്പോ നിങ്ങളെ മാമി ചൊല്ലത് നിങ്ങൾ വിരുദ്ധമേ നിങ്ങൾ അങ്ങനെ ആക്കിയിട്ടേ ഇല്ല പക്ഷെ ബായി മുണ്ടകു പോവണ്ട നിങ്ങ നന്റെ ഭാഗത്ത് നേരുണ്ടല്ലേ കേട്ടോ ബായി മുണ്ടകു പോവണ്ട നിങ്ങ മുണ്ടാതേക്കറു ആ മാമി മുണ്ടാതേക്കട് ബച്ചുംബായ്മ മുണ്ടാതേക്കട് ഞങ്ങ ബായി കൊടുക്ക പോകുമ്പോഴാണ് പിന്നെ ജോർ അവണക്ക് പോണ്ടേ എനി നിങ്ങവും മനസ്സ് കേക്കടയില്ലേ നിങ്ങവും മുണ്ടാണ്ട് മനസ്സ് കേക്കടയില്ലേ എന്നെങ്കിലും മുത്തുനബി തങ്ങളെ ഒരു ഹദീസ് നിൽക്കുന്ന പടിപ്പാട്ട് കണ്ട് ഇത് നിങ്ങൾ ഓർമ്മ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് ഹക്കിക്കോ എതിർവണു വിരോധ ബൽക്ക ചൊല്ലേ അപ്പൊ മനസ്സ് കേക്കില്ല ഒരു സ്ട്രെങ്ത് പിടിച്ച് നിൽക്കണ അപ്പൊ നിങ്ങൾ ഈ ഹദീസ് ഓർമ്മിക്കണം എന്തേ തുടക്കത്തിൽ നാ ഓതി വെച്ച് തന്നെ എത്ര ചന്ത നോക്കറോ ഹദീസ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനസഈമുൻ ബിബൈത്തിൻ ഫീ റബ്ലിൽ ജന്നാ ഉമ്മമാരെ കേക്കുറി പറ വിവാഹം കഴിച്ചു പോയ ബാലക്കാത്തി പെൺമക്ക കേക്കുറി പറ നബി തങ്ങളുടെ അനസഈമുൻ ബിബൈത്തിൻ ഫീ റബ്ലിൽ ജന്നാ സ്വർഗ്ഗത്തെ ഒരു ഭാഗത്തില് ഒരാൾക്ക് നല്ല ഭവന തണ്ടേണ്ട് നാണ് ജാമീന് നിക്കട്ടാ നാണ് സാക്ഷി നിക്കട്ടാ മുത്തുനബി തങ്ങളുടെ സ്വർഗ്ഗത്തെ ഒരു ഭാഗത്തില് നല്ല ഒരു കൊട്ടാരം അല്ലാഹു തണ്ടാണ്ട് നാണ് ജാമ്യം നിക്കട്ടാ ആരൊട്ടികം നാണ് ജാമ്യം നിക്കടോ ലിമം തറക്കൽ മിറാ തർക്കത്തെ കൈവിട്ടവണോ ബായി മുണ്ടെതിരെ കൈവിട്ടവണോ തിരിച്ചിട്ട് പെതമ്പു ചൊല്ലെതിരെ വിട്ടിട്ട് ദൂറാവിടവണോ തർക്കത്തെ വിട്ടവണാറുള്ളാണ് അവനു അല്ലാഹു സ്വർഗത്തിലൊരു ഭവന തണ്ടാണ്ട് നാണ് സാക്ഷി നിക്കട്ടാ പിന്നെ നബി തങ്ങ ചൊല്ലെ ഉമ്മ വഇൻകാന മുഹിഖാ ഹക്ക്
ഹക്ക് നിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും, സത്യം നിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും, നീന് തർക്കത്ത് നിൽക്കണ്ട, നീന് വാദ പ്രതിവാദത്ത് നിൽക്കണ്ട, നീന് തിരിച്ചടിക്ക് നിൽക്കണ്ട, നീന് പ്രതികാരത്തിന് നിൽക്കണ്ട. അതിന് നീന് മാറിയിട്ട് സബുറാക്കട കണ്ടെങ്കിൽ സ്വർഗത്തെ ഒരു ഭാഗത്തില് യജമാനായ അല്ലാഹു നല്ലൊരു സുന്ദരമായ ഭവന നിക്ക് നിർമ്മിച്ചിടണ്ട. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഞങ്ങളെ ഖൽബ് ഓർമ്മ പറഞ്ഞു, ഈ ഹദീസ് ഞങ്ങളെ ഖൽബ് ഓർമ്മ പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നവുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിരിച്ചിട്ട് വാദത്തിൽ നിങ്ങൾ നോക്കൂ, അങ്ങനെ പ്രതികാര വീട്ടെങ്കിലും എല്ലാ അധികാരം ആർക്ക്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങു. ഫത്ഹു മക്ക ഇല്ലേ, മക്കത്തെ മദീനത്തേക്ക് ഹിജ്റ പോവേണ്ടി വന്നില്ലേ, സ്വത്തും കുടുംബവും എല്ലാം നഷ്ടായില്ലേ, ഒപ്പസ് തിരിച്ചിട്ട് മക്കത്തെ അധികാര ഏറ്റില്ലേ മുത്തു നബി തങ്ങൾ. അപ്പൊ ആക്കിയ സ്വതന്ത്രോ നേരെ കഅബാലയത്തിൽ വന്നിട്ട് തവാഫാക്കിയിട്ട് കഅബാലയത്തെ പരിസരത്തിലുള്ള വിഗ്രഹത്തെ എല്ലാം മാറ്റിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു പ്രഭാഷണം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കേക്കോണി പൽക്ക. ഇതോടുകൂടി ഞങ്ങളെ മനസ്സ് ബദലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി, വിജയ പ്രഭാഷണം നടത്തി. ഈ പ്രഭാഷണം നടത്തുമ്പോ മക്കത്തെ പ്രമുഖ ഖുറൈശിമാരെല്ലാം കാതു കൊടുത്തുകൊണ്ടുള്ള അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഇണ്ട് നക്കൊരു കൈ നോക്കണേ, ഇണ്ട് നക്കൊരു കൈ നോക്കണേ. ഇപ്പൊ ഞങ്ങൾക്ക് എന്തില്ലേ, മക്കത്തെ തിരിച്ചു പിടിച്ചില്ലേ, ഇപ്പൊ നബി തങ്ങ എന്ത് ചൊല്ലു അതുപോലെ നാണാക്കുക. നബി തങ്ങം ഇത് ഒരാളെ വെക്കണ്ടെങ്കിൽ ഉമർ 6 മക്കത്ത് ഒന്നും കൂടി കാട്ടി കൊടുക്കുവാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു നല്ല ബലിഷ്ഠമായിട്ട് താക്കത്ത് പിടിച്ചിട്ടുണ്ട്. നബി തങ്ങ എന്തിനെ പ്രതികാരാക്കു ചൊല്ലു നോക്കണം. ഇങ്ങ ഉപദ്രാക്യങ്ങളല്ലേ, ഇങ്ങ അടിക്കോ ബന്ധങ്ങളല്ലേ, പെദമ്പു ചെന്നങ്ങളല്ലേ, റായത്തെ ഓടുവാട്ടിയങ്ങളല്ലേ, ഇങ്ങളെ അധികാരാക്കിട്ട കിട്ടിട്ടാകുമ്പോ നബി തങ്ങ എന്തിനെ പ്രതികാര വീട്ടു നോക്കുക. എല്ലാരും കാത്തോണ്ടുള്ളാറ് മുഅ്മിനീങ്ങളെ, ഞങ്ങൾക്കിതൊരു വലിയ പാഠമാണ്. ആ വിജയയാത്രകൾ നബി തങ്ങ ചെന്ന പൽക്കെന്തിനെ കൊണ്ടുണ്ട ഖുറൈശി പ്രമുഖ ആൽമാരെ വിളിച്ചിട്ട് സ്വഹാബികളെ സാക്ഷ്യം നിർത്തിയിട്ട് നബി തങ്ങ ചൊല്ലുന്നു, അഖൂലു ലക്കും കമാ ഖാല അഖീ യൂസുഫ് ലി ഇഖ്വതിഹി ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഓ നിന്റെ മക്കത്തെ പുറത്താക്കിയ ഖുറൈശികളെ, നക്ക് ചവിട്ടുകുവെന്ന് ഖുറൈശികളെ, നക്ക് പെദമ്പു വിളിച്ച ആൽമാരെ, ഇതാ നിങ്ങളുടെ നിന്റെ പ്രസംഗിക്കട വാലെന്തര കൊണ്ടുണ്ടാ നിന്റെ ജ്യേഷ്ഠ സഹോദരനായ യൂസുഫ് നബിയെ കേട്ടറാ നിങ്ങ. ആ യൂസുഫ് നബി അയാളുടെ സഹോദരന്മാരിട്ട് ചെന്നൊരു പൽക്കയും 6 യൂസുഫ് നബിയുടെ സഹോദരന്മാർ യൂസുഫ് നബിയുടെ കൊമ്പയിട്ടൊരു പൊട്ടു കിണത്ത് കിട്ടാറ്. ഔട്ട് ഒരു മാർക്കറ്റ് പോയിട്ട് ഔട്ട് അസീസ് രാജാവിടെ ഔത്തുക പോയിട്ട് അവിടെ ബീവിടെ ഒരു ബലക് കൊണ്ടുപോയിട്ട് അവിടെ നേരെ ജയിലുവാസത്തുക പോയിട്ട് ആ ജയിലുവാസത്തില് മോചനം കിട്ടിയിട്ട് അത് അസീസ് രാജാവുടെ പ്രതിനിധിയായിട്ട് ആ രാഷ്ട്രത്തെ അധികാരമേക്കെടുത്തപ്പോ അണ്ട് പൊട്ടുകിണത്തുക കൊമ്പോയിട്ടിട്ട ഇലങ്ങമാറില്ലേ, അങ്ങ വന്നിട്ട് കൈനീട്ടകു തുടങ്ങിയാറ്. അല്ല തിന്നുക എന്തെങ്കിലും ആഹാര കിട്ടുവാ. അപ്പൊ യൂസുഫ് നബിക്ക് ഗുംതുണ്ടല്ലോ, ഇത് നിന്റെ പൊട്ടുകിണത്ത് കിട്ട് നിന്റെ ഇലങ്ങമാറ്, നിന്റെ മാപ്പഴത്തൊട്ട് ദൂറാക്കിയ നിന്റെ ഇലങ്ങമാറ്. അങ്ങനത്തെ കണ്ട് യൂസുഫ് നബി ചൊന്ന ഉത്തറ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഓ സഹോദരങ്ങളെ, ഇന്നത്തെ നാളിലോ നിങ്ങളെ മേലാണ് പ്രതികാര വീട്ടില്ലല്ലോ. നക്കാക്കിയ നൊമ്പലത്തുകയാണ്, തിരിച്ചിട്ട് നൊമ്പല തണ്ടില്ലല്ലോ. വിട്ടുവീഴ്ച കൊടുത്ത മഹാനാണ് സയ്യിദുനാ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അപ്പൊ നബി തങ്ങളുടെ ആ യൂസുഫ് നബി ആക്കിയ അതേ സ്വര നിങ്ങൾ ഉണ്ടാക്കണവ. ഞാൻ നിങ്ങൾ പ്രതികാര വീട്ടില്ല എല്ലാം ನೀವು ನಾನು മാപ്പ് തന്നെ. സ്വഹാബിമാർ തല കീലിട്ടു പോയാർ. ആ ഒരു സ്വഭാവത്തെ മുന്നിൽ സ്വഹാബിങ്ങ ഏസിയായി പോയാർ. പ്രതികാര വീട്ടില്ല
ഒറ്റ കാര്യം, യൂസുഫ് നബിയുടെ ആ പൽക്കമ എന്റെ നബി തങ്ങ ചൊന്നു. യൂസുഫ് നബിയുടെ എലങ്ങമാരിട്ട് ചെന്ന പൽക്കന്റെ കൂടെ ചൊല്ലുകൊള്ള കാരണം തഫ്സീർ റൂഹുൽ ബയാൻ. മാഗുണ്ടി സക്കാഫി ഉസ്താദ് ഉണ്ടായ തഫ്സീർ സ്പെഷ്യലിസ്റ്റ് ആണ്. അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. തഫ്സീർ റൂഹുൽ ബയാൻ ഇസ്മായിലുൽ ഹിഖി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാം. ഇസ്രാ മിറാജ് പോയില്ലേ നബി തങ്ങള്, അപ്പോൾ മൂന്നാം ആകാശത്തിൽ കണ്ടുമുട്ടിയ മഹാനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് നബി കണ്ടുമുട്ടിയപ്പോ അണ്ട് യൂസുഫ് നബി ചൊന്നുറൂല, ഇതാ മുഹമ്മദ് നബിയെ നന്റെ എലങ്ങമാറ് നക്ക് ആക്കിയതിനെ കാട്ടി ചൊമ്മ ഉപ്പത്ര നിങ്ങളെ അനുയായിങ്ങ നിങ്ങൾക്ക് ആക്കുകൊണ്ടു. ലാസ്റ്റ് അങ്ങല്ല നിങ്ങളെ മുന്നൊരു തലഭാഗമുണ്ടോ, അപ്പൊ നിങ്ങ പ്രതികാര വീട്ട കുത്തീറ ഈ പൽക്കായിട്ടിക്കൊണ്ടു നിങ്ങൾ ചൊല്ലണുകായോ. അപ്പൊ ചൊന്നുറ മീറാജിലെ ആ ടൈമിലു യൂസുഫ് നബി അലൈഹിസ്സലാമും മുത്തുനബി തങ്ങളെ സംഭാഷണത്തിൽ അത് ഉണ്ടായിട്ടും തീർത്ത് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെക്കുന്നത് കാണാം. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഇൽമു ഏറ്റിത്തരുമാറാകട്ടെ. പ്രതികാര മനോഭാവമില്ല, ഞങ്ങൾക്ക് തടയുകയില്ല. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ബായിൽ പെതമ്പ് ചൊന്നിട്ടേ സുദ്ധ ഭയൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഓടി പറഞ്ഞു ഈ വാള്, അപ്പൊ നിങ്ങളെ കൽബുക തട്ടോണ ഈ വാള്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നല്ല അടിമയുടെ രണ്ടാമത്തോ ക്വാളിഫിക്കേഷൻ ആണ് നാ ചൊന്നോ വന്നോ. അങ്ങ അനാവശ്യമായിട്ട് തർക്കിക്കു നിക്കല പ്രതികാര വീട്ടല്. നിങ്ങൾ നോക്കുറിക്ക് നല്ലൊരു ഉദാഹരണമുണ്ട്. സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി റിഫായി ശൈഖ് തങ്ങള് നടന്നുകൊണ്ട് പോകുമ്പോ കുറിയ മക്ക ഗലട്ടാക്കിയ ഉള്ളാറ്. അപ്പത്തെ പാട്ടിൽ കുറിയ മക്ക, ഇപ്പുറത്തെ പാട്ടിൽ കുറിയ മക്ക. ഈ മക്ക ഗലട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു കിടവും ഭയങ്കര അവാച്യമായിട്ട് നിന്ദനാക്കിക്കൊണ്ടുള്ള പിന്നൊരു പാട്ടില് ഒരു ചെറിയ കിടവും. അപ്പോ റിഫായി ശൈഖ് തങ്ങൾ ഇത് ഭയങ്കര നൊമ്പലായി പോയിട്ട് നിങ്ങളെ പഠിച്ചു വെക്കോണ്ടല്ലേ ഇരിയങ്ങളുള്ള ഇത് കുത്തിക്കെട്ടവാ. കാരണം ഈ കാലത്തിൽ ഇപ്പൊ ഞങ്ങളെ മക്ക അങ്ങനെ ഉള്ളാറ്, അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വെക്കണം. അപ്പോ റിഫായി ശൈഖ് തങ്ങൾ കേട്ട് ഐ വലതു ഇബ്നു മൻ അൻത, നീ ഇങ്ങനെ മുണ്ടേ നീ ആരെ മോണബ്ബാ എന്ന് കേട്ടു. നീ ആരെ മോണബ്ബ, നീ ഇങ്ങനെ പെതമ്പ് മുണ്ടേ നീ ആരെ മോണു. അപ്പൊ ആ ചെറുക്കന്നെ പൽക്കന്റെ കൊത്തുണ്ട അയ്യോ ഷൈഇൻ മഖ്സൂദുക മിൻ ഹാദാ, മര്യാദയിൽ പോണ്ടറയില്ലേ നീ എന്ത് കഥ നന്റെ അപ്പഴ പേര് നന്റെ അപ്പാറിട്ട് നീ എന്ത് ഞാൻ എന്തു ആക്കുവേ നീ എന്ത്. ഇന്നത്തെ ചില മക്കളുടെ സ്വഭാവം ഉണ്ട്. അത് പള്ളിയിൽ ചില മദ്രസ പഠിപ്പാട്ടർ നിങ്ങളെല്ലാം പഠിച്ചു വെക്കരുത്. മദ്രസ പഠിപ്പാട്ടെ ഉസ്താദുമാർ ചിലപ്പോ കിടവ് നല്ല മുടി വെച്ച് വന്നെങ്കിൽ ആ മുടി വെക്കോ തീരൊപ്പം തെല്ല് കണ്ണു മറിച്ചെങ്കിൽ നിങ്ങൾ എന്ത് നന്റെ ബാപ്പ വെക്കോ ചൊന്നൊരു അത് അത് ചിലപ്പോ ഞങ്ങളെ കുടുംബത്തെ കഥ എഫക്ട് ആയി പോവും. അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അപ്പൊ ഈ കിടവ് കേട്ട റിഫായി ശൈഖിട്ടെ നിങ്ങൾക്ക് എന്താവണോ നന്റെ അപ്പഴ പേര് കേട്ടിട്ട് ഞങ്ങ എന്താക്കത്ത നങ്ങെന്താക്കത്ത അവന്റെ പല്ല് തുപ്പാടത്തപ്പ ആ കിടവിടെ അല്ലേ. പക്ഷേ അപ്പോ റിഫായി ശൈഖ് തങ്ങൾ ചൊല്ലു നോക്കൊരു സദഖ്ത, നീ ചൊന്നത് കറക്റ്റ്, നീ നല്ല പൽക്കമ ചൊന്ന നീ ചൊന്നത് കറക്റ്റ്. ഐ വലദി ജസാകല്ലാഹുൽ ഖൈറ വജബറക കമാ അദബ്തനി, യൗമ നീ ചൊന്നത് കറക്റ്റ് പൽക്ക നക്ക് നീനൊരു അദബ് പഠിപ്പാട്ടിയ തർക്കമില്ല. അവിടെ പോയിട്ട് നാണ് കൂടി തീറ, അനാവശ്യമായിട്ട് ഞാൻ ഇടപെടുക നാനാ വിഷയത്തിൽ തല കൊടുക്കുക തീറ. ഈ ഒരു വലിയ അദബ് നക്ക് നീ പഠിപ്പാട്ടില്ലേ. അതുകൊണ്ട് അല്ലാഹു നിന്റെ നല്ല കെട്ടുമ്മാ. റിഫായി ശൈഖ് ആ കിടവ് ദ്വാർന്നു കൊടുത്തിട്ടും എല്ലാം അവിടെ പോയിട്ട് അവിടെ മെല്ലെ സലാമത്തായിട്ട്. അപ്പൊ നോക്കറു നിങ്ങ തർക്കം കൊണ്ട് അവിടെ ഒരു സ്വര നോക്കറു, അതൊരു പുട്ടു നിൽക്കണ ഒരു സ്വഭാവം നിങ്ങൾക്ക് വേണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതേ റിഫായി ശൈഖ് തങ്ങള് നല്ലൊരു സംഭവം അത് കൊടുക്കുറി പറ. ഇതേ റിഫായി ശൈഖ് തങ്ങള് സുബൈ നിസ്കരിക്കുക പള്ളിക്ക് പോകുമ്പോ ഒരു യഹൂദിയായ മനുഷ്യ വന്നിട്ട് ഇങ്ങനെ അഡ്ഡകെട്ടിയ ഞാൻ
ഞാനിത് ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സിലൊരു ചെറിയ പരിവർത്തനം വേണോ? അത് കാണുന്ന ഞങ്ങൾ ഈ പല്ലിൽ ഇങ്ങനെ വിശാലമായിട്ട് തടിച്ചുകൂടിടോ. ഒരു യഹൂദിയായ മനുഷ്യ റിഫായി ശൈഖ് തങ്ങളെ പല്ലിക്ക് പോകുമ്പോ വന്നിട്ട് അഡ നിന്നിട്ട് പല്ലിക്ക് പോകുപിട്ടില്ലല്ലോ. ഓന് പല്ലിക്ക് പോകുപിടില്ല. അങ്ങനെ അവന്റെ ഊന്തിട്ട് എതിർ പോയപ്പോ ഒന്നും കൂടി പോണു എതിർ വന്ന നേരെ ബെൽക്കിടവിടുത്തോളം റിഫായി ശൈഖ് തങ്ങളോ ഈ യഹൂദിയായ മനുഷ്യ പല്ലിക്ക് പോകുപിട്ടില്ലല്ലോ. നേരെ ഇങ്ങനെ ബെൽത്തോണ്ട് വരുമ്പോ ഓണു റിഫായി ശൈഖ് തങ്ങളെ മുഖ കണ്ടുപോയിട്ട് ആ മുഖ കണ്ടപ്പോ പേടിച്ചിട്ട് അവന് ബോധകെട്ടുപോയില്ലേ. അവന് വിചാരിച്ചത് ഇത് റിഫായി ശൈഖ് ഉണ്ടല്ല, ശൈഖിന്റെ ഒരു ഖാദിമുണ്ട്, ഒരു ശിഷ്യനുണ്ട്, പേടിച്ചിട്ടാണ് അവനും ആ തടസ്സം ഉണ്ടാക്കിയോ. പക്ഷേ ബെൽച്ചത്തിലും മുഖ കാണുമ്പോ പേടിച്ചിട്ടവണോ ബോധകെട്ടുപോയില്ലേ. ആ ബോധകെട്ടുപോണ്ട യഹൂദിനെ തലകിങ്ങനെ കയ്യില് തടവിട്ട് റിഫായി ശൈഖ് തങ്ങൾ ചൊന്നൊരു പൽക്കമുണ്ടോ, യാ അഖൽ യഹൂദ്, ഓ യഹൂദിയായ സഹോദരാ. ആള് യഹൂദിനെ വിളിച്ചിട്ട് അവന്റെ തല തടവിട്ട് റിഫായി ശൈഖുകളുടെ നീ പേടിക്കണ്ട, നീ പേടിക്കണ്ടവാ, നാണിക്ക് എന്തോ ആക്കില്ല, നീ ഇഞ്ചിനില്ല, നീ പേടിക്കണ്ട. നക്ക് നീನು മാപ്പാക്കണവാ, ഞാൻ നന്റെ കൊണ്ടല്ലേ നീ ബോധ കെട്ടുപോയി, അതുകൊണ്ട് നക്ക് നീನು മാപ്പാക്കണോ. ആരുടെ റിഫായി ശൈഖ് തങ്ങ ഉപദ്രാക്കോ ബന്ന ആള്, പല്ലിക്ക് പോണു തടസ്സാക്കിയ ആള് റിഫായി ശൈഖ് തങ്ങളെ മുഖത്തു നോക്കിയിട്ട് പേടിച്ചിട്ട് ബോധ കെട്ടുപോണ്ടപ്പോ റിഫായി ശൈഖ് തങ്ങളുടെ നണ്ട കൊണ്ടല്ലേ നീ പേടിച്ചിട്ട് ബോധ കെട്ടുപോയി, നക്ക് നീನು മാപ്പാക്കണോ, നക്ക് നീನು മാപ്പാക്കണോ. മാത്രല്ല വേഗ പോയിന് മാത്ര വിട്ടുപോടും, നീ വേഗം ഔത്തുപോയി. നന്റെ ശിഷ്യന്മാർ കണ്ടെങ്കിൽ അങ്ങനെ നീ കുപ്പത്രാക്കുവാറ്, അങ്ങനെ പ്രതികാര വീട്ടിലോ ചിലപ്പോ നീ വേഗം വിട്ടുവിട്ട് ഉറക്ക ഔത്തുപോയി. അങ്ങനെ പള്ളിക്ക് പോയി റിഫായി ശൈഖ് തങ്ങൾ സുബൈ നിസ്കരിച്ചിട്ട് ഔറാദ് ഓത്തെല്ലാം ആയിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഒരു വർഷത്തുകൊല്ല റേഷൻ എന്ത് റിഫായി ശൈഖ് തങ്ങളെ നോക്കിട്ട് പേടിച്ചിട്ട് ബോധകെട്ട് പോണ്ടില്ലവണോ, അതൊക്കെ മാപ്പായിട്ട് റിഫായി ശൈഖ് തങ്ങൾ ഒരു വർഷത്തുകൊല്ല അരിസാമാണ് അവന്റെ ഔത്തുക എത്തുവാട്ടി കൊടുത്തു. സ്വഭാവം നോക്കൂ, ഞങ്ങളെ ആ പ്രതികാര ഇല്ലാത്ത മനോഭാവം നോക്കൂ. ഞങ്ങളെ ജീവിതത്തിൽ അത് താണ്ടണോ, ആഴമായിട്ട് അടിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു വലിയ മനോഭാവ കാട്ടിയത് കൊണ്ടിട്ടു അവന്റെ ഔത്ത 8 അംഗങ്ങളുള്ള അവന് കൂടെ 8 ആൾമാരുള്ള യഹൂദിങ്ങ എല്ലാരും മുസ്ലിമീങ്ങായിട്ട് ബദലാവണയാറ്. ഒരൊറ്റ സ്വഭാവം കൊണ്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങ പ്രതികാര വീട്ട മനോഭാവം വേണ്ട, അഫു കൊടുക്കുന്ന മനോഭാവം ഞങ്ങൾ തികയ്ക്കട്ടെ. തർക്കത്തിൽ കൂട്ട ഒരു മനോഭാവം ഞങ്ങൾക്ക് വേണ്ട. ആ തർക്കത്തെ തൊട്ടിട്ട് ദൂരാവുടെക്കൊരു മനോഭാവം ഞങ്ങൾക്ക് വരട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നല്ല അടിമയുടെ രണ്ടാമത്തെ അടയാളം. ഇവിടെ നോക്കൂ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുയുടെ അൽ ജിദാലു ഫിദ്ദീനി ഈ ദീന്റെ വിഷയത്തിലും അങ്ങനെ തർക്കിക്കരുത്, ഞങ്ങൾ ജാഗ്രതയാക്കണം. ചില ആഡളിത്ത സമിതിയുടെ ഒരു അവസ്ഥ കണ്ടെങ്കിലും നൊമ്പലാവുടും. എങ്ങനെ ചില ജമാഅത്തെ പള്ളി കമ്മിറ്റി കാണുമ്പോ നൊമ്പലാവുടും. എങ്ങനെ ഒരാള് ഒരു അഭിപ്രായം ചൊന്നെങ്കിൽ ആ അഭിപ്രായം ഓന്റെ അഭിപ്രായത്തൊട്ടിಗೆ ശരിയില്ല കണ്ടെങ്കിൽ പിന്നെ അവന്റെ കാലാകാല പകബീട്ടെങ്കിൽ അവസ്ഥ. സെക്രട്ടറിയുടെ ബണ ഒന്നു, പ്രസിഡന്റിന്റെ ബണ പിന്നൊന്നു, പിന്നെ ഇപ്പൊ രാജകീയത്തിലില്ലേ അവന്റെ ബണ ഒന്നു, ഓന്റെ ബണ ഒന്നുണ്ട്. അതേപോലെ പ്രസിഡന്റിന്റെ ബണ ഒന്നു, കാര്യദർശിയുടെ ബണ പിന്നൊന്നു, കോശാധികാരുടെ ബണ പിന്നൊന്നു.
നിങ്ങൾ ചിന്തിക്കണോ ഇത് എന്ത് വിഷയത്തിൽ ബണായിടണങ്ങ അള്ളാഹുടെ ദീന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് വലിയ മഹാനല്ലേ ആ മഹാന്റെ ദീന്റെ വിഷയത്തിൽ ഒരു കമ്മിറ്റി ആക്കിയിട്ട് അഭിപ്രായം വിളിച്ചപ്പോ ആ ഭാഗത്ത് പോണ്ടേയില്ല ആ ഭാഗത്ത് പോണ്ടേയില്ല ഒരു കമ്മിറ്റിയുടെ ഭാഗത്ത് പോണ്ടേയില്ല അവസാനം ആ റായത്തങ്ങ് നിർബന്ധമായിട്ട് ഞങ്ങൾ റായത്തൊരു ദീന്റെ വിഷയത്തിൽ ഒരു അന്തിമ അഭിപ്രായത്തിൽ നിങ്ങൾ പറഞ്ഞു എന്നപ്പോ നിർവാഹം ഇല്ലാണ്ട് അബൂ ഹനീഫ ഇമാം പോയിട്ട് ഒരു അഭിപ്രായം ചൊന്നിട്ടു അണ്ട് ഇടി ബുൾപുട്ടോണ്ട് തെച്ചിരുള്ള അബൂ ഹനീഫ ഇമാം എന്തേ നാണ് ഒരു അഭിപ്രായം ചൊന്നെ അതിലെല്ലാരും സ്വീകരിച്ചിരാറ് അപ്പൊ നാണ് ചൊന്നത് അള്ളാഹുടെ ദീന്റെ അഭിപ്രായല്ലേ ഇതും ഇത് തപ്പായെങ്കിൽ നാളെ ആഖിറത്തിൽ നാണ് അനുഭവിക്കേണ്ട എന്നിട്ടു അണ്ട് ഇടി നാല് ബുൾപുട്ട മഹാനാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ് പ്രസിഡന്റായ നന്റെ അഭിപ്രായം കൂടെ അഭിപ്രായല്ലേ പള്ളി മദ്രസ വിഷയത്തിലല്ല അഭിപ്രായം കൊടുക്കൂടെ സെക്രട്ടറി ചിന്തിക്കണു നന്റെ തർക്കം അള്ളാഹുടെ ദീന്റെ വിഷയത്തിലല്ലേ ഞാൻ എതിരായെങ്കിൽ ആഖിറത്തിൽ നാണതൊക്കെ സാക്ഷി നിൽക്കണ്ടേ ആ പൗണേലാളും 21 കമ്മിറ്റി ആൾമാർ ജാഗ്രത കുറു ഞങ്ങ ഇങ്ങനെ അവന്റെ അഭിപ്രായാവല്ല ഓന്റെ അഭിപ്രായാവല്ല നണ്ടതേ പാസ്സാവണുണ്ട് അട്ടപിടിച്ചെങ്കിൽ അത് അള്ളാഹുടെ ദീന്റെ വിഷയത്തിൽ ഞങ്ങൾ കൊടുക്കൂടെ അധികാര അള്ളാഹുടെ ദീന്റെ വിഷയത്തിൽ ഞങ്ങൾ കൊടുക്കണമെങ്കിൽ അഭിപ്രായ തീരുമാനമാണ് നാണും നിങ്ങളെ മനസ്സിലാക്കി വെക്കണം ദീന്റെ വിഷയത്തിൽ അവിടെ തർക്കമുണ്ടാകും ഇമാം മാലിക് തങ്ങളുടെ അവിടെ അടിപിടി ഉണ്ടാവും വയുദ്ഹബു ബിനൂറിൽ ഇൽമി മിനൽ ഖുലൂബ് മിനൽ ഖൽബി അവന്റെ ഖൽബിൽ നിന്ന് ഇൽമുകളുടെ വലിയൊരു പ്രകാശത്തെ സമ്പത്ത് അല്ലാഹു ഊറിക്കളയോ മാത്രമല്ല വയൂരിസുൽ ലിഗ്ന ഭാഗ്യ അവന്റെ ഖൽബിൽ പകനറിയൂ ഈ തർക്കത്തിൽ പോയെങ്കിൽ അവന്റെ ഖൽബിൽ ഇങ്ങനെ പക നിറഞ്ഞിട്ട് അവന്റെ ഈമാൻ ഇങ്ങനെ നാശായോണ്ട് പറൂ അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരുമാറാകട്ടെ അപ്പോ തർക്കത്തുക്ക് ചൊമ്മനങ്ങ് നിക്കിടങ്ങാവണു കുത്തീറാ സൂറത്തുൽ ഫുർഖാൻ വൈബാദുർ റഹ്മാൻ ചൊല്ല നല്ല അതാ ഒരു നല്ല അടിമയുടെ അടയാളങ്ങൾ ഇങ്ങനെ എന്നുകൊണ്ട് നാണിങ്ങനെ മുന്നോട്ട് പോവട്ടെ മൂന്നാമത്തെ അടയാളം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എത്ര നല്ല അടയാളല്ലേ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ നല്ല അടിമങ്ങ എന്തിനാക്കുറവും തുണ്ടാ അങ്ങ ചാമണ അങ്ങ പാപി ചാവുകൂ സുജൂദിലായിട്ടും നിസ്കാരത്തിലായിട്ടും അങ്ങ് ഞാറക്കലയുവറേ സുജൂദിലും നിസ്കാരത്തിലായിട്ടങ്ങ് ഞാറക്കലയുവറേ الذين يبيتون لربهم سجدا وقياما നിസ്കാരത്തിന് ഉപയോഗിക്കുവാറ് അല്ലെങ്കിൽ സുജൂദ് ഉപയോഗിക്കുവാറ് മുഫസ്സിരീങ്ങൾ ഇതിനെ കീഴിൽ എഴുതിറാറ് അതിന്റെ ഉദ്ദേശം തഹജ്ജുദ് നിസ്കാരമാ ഒരു നാള് പോലും തഹജ്ജുദ് പെടാത്തോണോ സുബൈ ബാങ്കുമൊന്നലോ ആയിഷ ബീബിയുടെ ഔത്തലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീബിയുടെ ഔത്തല് ഉൾപ്പെടെ സുബൈ ബാങ്ക് മുന്നളിച്ചിട്ട് ബായിൽ തട്ടില്ലേ ഫാത്തിമ നീനും നിന്റെ മക്ക സുബൈ ബാങ്ക് മുന്നലോ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക മറക്കണ്ടുമ്മ ഫാത്തിമ ഇത് നബി തങ്ങ എപ്പോഴും ബായിൽ തട്ടി കൊടുത്തില്ലേ അതാണ് ഇവിടെ ചൊല്ല് സുബൈ ബാങ്ക് മുന്നലോ തഹജ്ജുദ് നിസ്കരിക്കടങ്ങ നല്ല അടിമകളാ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചൊല്ല ധാരാളം ബാലക്കാറുള്ള ഈ സദസ്സില് ചുമ്മ ഹിരിയങ്ങളുള്ള ഈ സദസ്സില് വാള് കേക്കിട ഉമ്മമാറുള്ളാറ് ഒരൊറ്റ സ്വര ചൊല്ലട്ടാ ബുടകുതീറണിങ്ങ ഇണ്ടത്തെ വാള് ഉപകരിക്കണോ 1.5 ഗಂಟ ഞാൻ ഔട്ട് കൂടെ കാറിൽ വന്നിട്ട് ഇവിടെ ഇത്ര ചെലവാക്കിയിട്ട് നിങ്ങളെ ഈ പള്ളിയിൽ വെച്ചിട്ട് ഈ വാള് കേൾക്കുമ്പോ ഉപകരിക്കണ്ടേ അല്ലാഹു ഉപകരിക്കണ വാളാകട്ടെ അല്ലാഹു ഉപകരിക്കണ വാളാകട്ടെ
ഞങ്ങളെ അഭിമന്യരായ പുളിക്കൂർ ഉസ്താദ് കടന്നു വന്നോണ്ടുണ്ടോ ഞങ്ങളെല്ലാം ഒരു ഇഞ്ചിനിന്റെ ഗൗരവത്തോടെ സ്വീകരിക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഉസ്താദ് ಬಂತ നിങ്ങൾ ദൈക്കോ ഒരു കുറിയ നേരം ചൊല്ലാ നിങ്ങൾ ദൈക്കോ പറഞ്ഞിട്ട് തെല്ല നേരായല്ലേ. അപ്പോ എങ്ങനെ അവിടെ ആ ആയത്തിനെ വിശദീകരിച്ചുണ്ടു സ്വഹാബിക കേട്ടാറ് മുത്തുനബി തങ്ങളുടെ നബിയെ ഒരാൾക്ക് തഹജ്ജുദും നിസ്കരിക്കുകയില്ല എന്താക്കട്ടെ അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. നല്ല അടിമയുടെ മൂന്നാമത്തെ അടയാളല്ലേ നല്ല അടിമയുടെ മൂന്നാമത്തെ അടയാൾ തഹജ്ജുദ് വിടില്ല. അപ്പോൾ ഒരാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കുകയുമാവില്ല നബിയെ എന്താക്കട്ടെ ഇതെല്ലാം പഠിച്ചു വെക്കണം. ആ സ്ഥാനത്തിൽ പണ്ട് ഒരു സ്വരമാണ് ഇപ്പൊ ചൊല്ലുകൊണ്ടേ തഹജ്ജുദിന്റെ സ്ഥാനത്തുക പണ്ട് അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അങ്ങ് അല്ലാഹുവു സുജൂദും റുക്ഉഉം ആയിട്ടിട്ട് നിസ്കരിച്ചോണ്ടും നേരവൽ പാട്ടിയങ്ങ നല്ല അടിമങ്ങ അങ്ങനെ അടയാളത്ത് ചൊല്ലുമ്പോ അതിൽ ചെറിയ അലൽ അഖല്ലി ഒരു ചെറിയ രൂപ നിബിതങ്ങ ചൊല്ലു. ഇശാ നിസ്കരിച്ചത് പിന്നെ 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കണാണ്ട് കണ്ടെങ്കിൽ അവനക്ക് ചെറിയ മട്ടിൽ ഇതിക്ക് പെടാ ഇതിൽ പെടാ. എത്ര സുലാഭ ഇശാ നിസ്കരിച്ചത് പിന്നെ ഒരു റവാത്തിബുണ്ടല്ലോ 2 റക്അത്ത് ഇത് നിസ്കരിക്കണവനക്ക് ചെറിയ മട്ടിൽ ഈ ചൊന്നയിൽ പെടാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലട്ടെ ഇത് തീരാത്തവനാറുള്ള ഇത് ആവതില്ലാത്തവനാറുള്ള ഞങ്ങ സുന്നത്ത് നിസ്കരിക്കട എപ്പ ഈ പള്ളിക്ക് ജമാഅത്ത് മീത്ത് വന്നെങ്കിൽ നിസ്കരിച്ചു പോണ്ടു. കാരണം നിസ്കരിക്കാണ്ട് പോണു കൊന്നില്ല എല്ലാരും മുഖമുഖ നോക്കില്ല അവനെന്തെല്ലാം ഓട്ടേണ്ട് അവനെന്തെല്ലാം ഓട്ടേണ്ട് മുഖമുഖ നോക്കില്ല അതുകൊണ്ട് നിസ്കരിച്ചു പോണ്ടു. ഈ പള്ളിക്ക് വന്നെങ്കിൽ ഔത്തു നിസ്കരിക്കുമ്പോ അല്ല നിങ്ങളൊക്കെ മനസ്സിൽ കരുതിയുണ്ടാവാ ഇത് നാണും നിങ്ങളും ഔത്തുള്ള ഞങ്ങൾ ഈശാ നിസ്കരിക്കുമ്പോ സുന്നത്ത് റവാത്തിബ് ഉണ്ടാ ചിലപ്പോ ആണിങ്ങു പള്ളിക്ക് വന്നിട്ട് ഒരു ശീലായിട്ടിക്കു പെണ്ണിങ്ങു അങ്ങ് സുന്നത്ത് റവാത്തിബ് നിസ്കരിക്കടെ ഭാര്യ കൊറോടി അങ്ങ് നേരെ ഫർദ് പട്ട നിസ്കരിച്ചാറ് റപ്പ തീർത്തിട്ട് അങ്ങനെ സ്വർത്തക്ക് പോയാറ്. അപ്പൊ നാ ചൊല്ലിട്ട് ഉമ്മമാരെ ഇനി മുതൽ ജാഗ്രതാക്കുറുണ്ടിങ്ങ ഇശായില് പിന്നെ ഉള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക തീറാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമിയാക്കുറന്നിങ്ങ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ആ അടയാളത്തിൽ പെടൂ. എത്ര ചെറിയ സ്വറ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിന്റെ എത്ര ചെറിയ സ്വറ ആ ചെറിയ സ്വറ കൊണ്ട് കിട്ട കൊണത്ര വലിയല്ലേ. അല്ലാഹു നമുക്ക് അതിനെ പ്രാവർത്തികമാക്കൂ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ നല്ല അടിമകളെ ക്വാളിഫിക്കേഷൻ ആണത്. പക്ഷേ ഇണ്ട് നോക്കൂ നിങ്ങൾ പ്രളയം വന്നിട്ട് വെള്ളപ്പൊക്ക വന്നിട്ട് തന്നിയെല്ലാം ഹൈ സ്പീഡിൽ വന്നിട്ട് വലിയ വലിയ പണ്ടക്കല്ലെല്ലാം ഉരുളിയോണ്ട് വന്നിട്ട് ഉരുള് പൊട്ടായിട്ട് എത്ര അവനശിച്ചില്ലേ എത്ര അല്ല ജീമ പോയില്ലേ എത്ര ആൽമാരെ കോലമാറിയില്ലേ. ഇതിക്ക് പല കാരണങ്ങളുമുണ്ടോ. ഇങ്ങനെയുള്ള അദാബ് ശിക്ഷകൾ വരും പല കാരണങ്ങളുമുണ്ടല്ലോ. ആ കൂട്ടത്തിൽ മുത്തുനബി തങ്ങളെ ഒരു ഹദീസ് നമുക്ക് ഓതി നോക്കാം. നബി തങ്ങളുടെ യബീതു ഖൗമും മിൻ ഹാദിഹിൽ ഉമ്മ. ഈ കാലഘട്ടത്തെ ഒരു കാലഘട്ടവരുണ്ട്. ആ കാലഘട്ടത്തെ ആരാധന്റെ അനുയായിങ്ങ അങ്ങ് ജാമന കിടന്നുറങ്ങണ എങ്ങനെ കൊന്തുണ്ടാ അങ്ങനെ ജാമണത്തെ അങ്ങ് കലയുടെ എങ്ങനെ കൊന്തുണ്ടാ അല ശുറുബിൻ വ തുഅമിൻ വ ലഹമിൻ വ ലഅബ. അങ്ങനെ ജാമനത്തെ അവസ്ഥ തിന്നലാണ് കുടിക്കലാണ് കലിക്കലാണ്. വേറെ ഒരു ആരാധനയുമില്ലല്ലോ.
പാതി ജാവുത്തോല തിന്നലാണ്, സത്യമാണ്, പാർട്ടിയാണ്, സത്കാരമാണ്. പാതി ജാവുത്തോല കളിയാണ്. യാ അല്ലാഹ്, ഞങ്ങൾ ജാവു പാതി ജാവുക സഞ്ചരിക്കുമ്പോ ചില ജാഗൽ ടൗണിലുള്ള ഹെഡ്ലൈറ്റ് വെച്ചിട്ട് എത്ര മുസ്ലിം ബാലക്കാരല്ലേ അതിന് ചുറ്റുമുത്തും കൂടിട്ട് അങ്ങനെ ടൈം വേസ്റ്റ് ആക്കടോ. ഈ കാലഘട്ടം വന്നാ കേട്ടുവെക്കുറുമാ ഫയുസ്ബിഹു ഖദ് ഖുസിഫു ഖിറദതൻ വഖനാസിറാ. അങ്ങനത്തെ അൽമാർ നേരെ വിൽക്കുമ്പോ അങ്ങനെ റൂപ്പ നാല് കാലി മൃഗത്തെ റൂപ്പാക്കുക അല്ലാഹു ഒരു പ്രശ്നമേ അല്ല. അങ്ങനത്തെ ആൽമാർ തിന്നിട്ടും കുടിച്ചിട്ടും അനാവശ്യമാക്കിയിട്ട് കളിച്ചിട്ട് മാത്രം കിടന്നുറങ്ങണങ്ങ ഒരു ആരാധന പോലുമില്ല. ഒരു ആരാധന പോലുമില്ല. അണ്ടത്തെ നാലൊരു ആരാധന പോലുമില്ല. അങ്ങനെ കിടന്നുറങ്ങണങ്ങ സുബൈക്ക് എനിക്കുമ്പത്തുകോ അങ്ങനെ കോലമരിക്കുക അല്ലാഹു വലിയ പ്രശ്നമല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നിങ്ങൾ ജാഗ്രത ആക്കണം. ഈ കാലത്തെ പാർട്ടി അങ്ങനല്ലേ, പാതി ജാവുത്തോളല്ലേ പാർട്ടി. ടർഫ് ചൊല്ലിന്റെ പേര് വെച്ചിട്ട് എത്ര ക്രീഡാങ്കണുണ്ടോ, എത്ര ക്രീഡാങ്കണുണ്ടോ. ഗണ്ടക്ക് പൈസ കൊടുത്തിട്ട് അവിടെ ബാലക്കാർ പോയിട്ട് സുബൈത്തോല നേരബൽ പാട്ട് എത്ര ബാലക്കാറുള്ളാറ്. ജാഗ്രത ആക്കറുമ്മ, നിങ്ങളെ കോലമറക്കുക അല്ലാഹു ടൈം വേണ്ട. രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലെ? അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. കോലമരിക്കടയും നിങ്ങളത് പല വിഷയം ആ ഭാഗത്ത് മുണ്ടുകൊണ്ടും തൽക്കാലം ഡീപ്പായിട്ട് പറ പോണ്ടല്ല. ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളെ അങ്ങനെ കോലമരിക്കളല്ലോ. അതൊക്കെ നബി തങ്ങൾ ചൊന്ന ഉത്തരവുണ്ടല്ലോ, അത്താ യുസ്ബിഹന്നാസു ഫയഖൂലു ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ വഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ. ചില ആൽമാരുടെ ശരീരമേ ബദലാവണയാവൂ, അംഗാംഗങ്ങൾ വേർപെട്ടു പോകും. അങ്ങനെ അവ ചാവിന്ന് കൊട്ടാറ പോൽമണയിക്കല് അതായിട്ടിക്കോ ഈ ഉമ്മത്തിങ്ങളെ രൂപമാ മാറ്റത്തിന് കാരണം. അങ്ങനെ ആയില്ലേ? എത്ര മജാക്കൽ അങ്ങനെ ആയില്ലേ? ചിലപ്പോ അങ്ങനെ ആക്കി എങ്ങാണ്ട് ഭരിക്കണ്ട. അത് അള്ളാഹു നമുക്കൊരു പാടായിട്ട് വെച്ചതായിട്ടിക്കൂ. അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതിൽ സ്പീഡ് പോണ്ട നാലാമത്തെ ഇബാദുർ റഹ്മാൻ എന്നിട്ട് സൂറത്തുൽ ഫുർഖാനിൽ നല്ല അടിമടയും മുമ്പ് അള്ളാഹ് എന്നോട് നോക്കറോ, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമാ. നല്ല അടിമങ്ങ ഈ ദുആർക്കുവാറ് മുത്തഅല്ലിമീങ്ങ ഉള്ളാറ്, വലിയ വലിയ മുത്തഅല്ലിമീങ്ങ ഉള്ളാറ് കേട്ടു നോക്കറി പറ. നിങ്ങൾ നല്ല 5 വഖത്ത് നിസ്കരിക്കുമ്പോ ദുആർക്കു നല്ല ദുആ ഏത്? അത് ഖുർആനിലുള്ള ദുആണ്, ഹദീസിൽ വാരിദായ പ്രാർത്ഥനകളാണ്. സാധാരണ ഞങ്ങൾ ഇപ്പൊ ദുആർക്കുന്നത് പോലെ ചിലപ്പോ മൗലിദ് കിതാബിടെ ഇടയിലുള്ള ദുആകളെല്ലാം ഉണ്ടല്ലോ, അത് തെറ്റിണ്ടല്ല നാ ചൊല്ലെ. അപ്പൊ അങ്ങനത്തെ എല്ലാം നിങ്ങൾ നോട്ടാക്കി വെക്കണം. ഈ വാളാകുമ്പോ നിങ്ങൾക്ക് ആ നിലക്ക് ഉപകരിക്കണം. വാള് ചൊല്ലുമ്പോ നിങ്ങൾ എങ്ങനെ ഉപകരിക്കണം? നല്ല ഇൽമിയായിട്ട് ഉപകരിക്കണം. ഒരു ദുആ നോക്കണോടെ, റബ്ബന സ്രിഫ് അന്നാ, പിന്നെ അദാബ ജഹന്നമ, പിന്നെ ഇന്ന അദാബഹാ, ജോർ ചൊല്ലോ, ഇന്ന അദാബഹാ, പിന്നെ പറ ഇന്നഹാ ചൊല്ലോ സാഅത്ത് വമുഖാമാ. ഒരു ദുആ നോക്കൂ, നിങ്ങൾ ഇതിനെ മറക്കൂട്ടിയ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നരകത്തെ തൊട്ടിട്ടുള്ള കാവലിലെ ദുആ നിരന്തരമായിട്ട് ദുആർന്നോട്ടിണ്ട്. അപ്പൊ നല്ല അടിമയുടെ അടയാളം ഞങ്ങൾ നല്ല ഈ ദുആമയാവും. അപ്പൊ മുത്തഅല്ലിമീൻ ആരും ഇത് ഇവിടെ കുത്തിറ ഓക്കേ അല്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ തീനാച്ചുള്ള ചിലപ്പോ ഈ ദുആ നിങ്ങൾ ബായിഹാട്ട് കൊണ്ടുപോയിട്ടില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി നരകത്തെ തൊട്ടിട്ട് കാവൽ എപ്പോഴും കേട്ടോണ്ട് വേണോ. നരകമുണ്ടോ അതിനെ പേടി, അതിനൊരു പേടി എപ്പോഴും നിങ്ങളെ കൽബിൽ വേണോ എന്നെങ്കിലും നിങ്ങൾ നല്ല അടിമങ്ങ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ നല്ല അടിമങ്ങ. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തില് വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ചൊല്ലു നോക്കൂ. ദാവൂദ് നബി അലൈഹിസ്സലാം
അങ്ങു നരകത്തൊട്ടികളുടെ പേടി നോക്കൂ നിങ്ങ നാണും നിങ്ങ ഓടെ ഉള്ളാണ്ടും കൂടി നിങ്ങ മനസ്സിലാക്കിയൊള്ളൂ മുഅ്മിനീങ്ങളെ ദാവൂദ് നബി അലൈഹിസ്സലാം ഇടക്കിടക്ക് ചൊന്നോണ്ടിരുന്നൊരു പൽക റബ്ബി ലാ സബ്റലി അലാ ഹർരി ശംസിക പടച്ച റബ്ബേ നല്ല വെയിൽ വരുമ്പോ ആ വെയിലിടെ ചൂട് സഹിക്കൂ ഈ പാവപ്പെട്ട നിന്റെ അടിമകു ആവില്ലല്ലോ ഈ ചൂട് താങ്ങുകാവില്ലല്ലോ ഫകൈഫ സബ്രി അലാ ഹർരി നാരിക പിന്നെ നാണ് നരകത്തെ ചൂടങ്ങനെ സഹിക്കട്ടെ ഞങ്ങളെ കൽബുലിങ്ങനത്തെ ഒരു ചിന്ത വന്നറ കൽഞ്ഞ അറകാലത്തെ ചൂടെത്ര സ്ട്രോങ് ഇല്ലെന്താ കൽഞ്ഞ അറകാലത്തിൽ ഇന്ന് ചൂട് സ്ട്രോങ് എത്ര അത് ചില്ലാറ സ്ട്രോങ് അല്ലല്ലോ ആ സ്ട്രോങ്ങിലെ ചൂടിലോ ഞങ്ങൾക്ക് നരകത്തെ തീരെ ചൂട്ടെ ഓർമ്മ വന്നറ പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാം മുതലുടെ റബ്ബിലാ സബ്റലി അലാ ഹർരി ശംസിക ഫകൈഫ യസ്ബരി അലാ ഹർരി നാരിക നല്ല ചൂട് വരുമ്പോ ദാവൂദ് നബി തങ്ങളുടെ ഈ ചൂട് സഹിക്കാവുന്ന ഇനി നരകത്തെ തീയുടെ ചൂട് ഞാൻ എങ്ങനെ സഹിക്കട്ടെ അല്ലാ പേടി നോക്കൂ നിങ്ങ പിന്നെ ചൊല്ല റബ്ബിലാ സബ്റലി അലാ സൗതി റഹ്മതിക യഅനി അർറഅദ നല്ല ഇടിമുട്ടില്ലേ ചെടിയിൽ ബണ്ടില്ലേ അത് നിന്റെ ഒരു കരുണയുടെ ഭാഗമേ ആ ഇടിമുട്ട സൗണ്ട് കേൾക്കുമ്പോ നക്ക് താങ്ങുകാവില്ല ഞാനുണ്ട് ആ ആൽമാരെ അരക്കി പിടിക്കണതാണ് എന്റെ ആ ഇടിക്കത്ര പേടിയുണ്ടോ ഫകൈഫ സബ്രി അലാ സൗതി അദാബിക നിന്റെ നരകത്തെ ശിക്ഷയുടെ ആ ശബ്ദത്തെ എങ്ങനെ ഒന്ന് പേടി എങ്ങനെ താങ്ങട്ടെന്നാണ് സയ്യിദുനാ നബിയുല്ലാഹി ദാവൂദ് അങ്ങനെ പേടി നോക്കൂ അങ്ങനെ പേടി നോക്കൂ നങ്ങ എപ്പോഴും തപ്പാക്കിയോണ്ട് ഉള്ളങ്ങ നങ്ങക്ക് എവിടെ ഉണ്ട് പേടി നങ്ങക്ക് ആ പേടി ഉണ്ടാ നിങ്ങൾ നോക്കൂ ഉൻസുൽ മുഹാദറ ചൊല്ലൊരു കിതാബുണ്ട് മഹാനായ ഇസുദ്ദീൻ അബി ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് അതിപ്പോ ഗൂഗിളിലുള്ള PDF ലഭ്യമാണ് ആ കിതാബുണ്ട് അങ്ങനെ ഉൻസുൽ മുഹാദറ ആ കിതാബിലു ഒരു അബ്ബ രണ്ട് മക്കളെ സംഭവ ആ മഹാനവർകൾ കൊമ്പുണ്ട് അത് കേൾക്കുമ്പോ ഞങ്ങളെ കൽബ് പൊട്ടിപ്പോയിട്ട് പോവാം എന്തേ ഈ വലിയ മോണും ചെറിയ മോണും പരസ്പരം മുണ്ടി അപ്പൊ വലിയ മോണോ മൂത്തോണോ എല്ലാം ഉണ്ടിട്ട് കേൾക്കണോല അല്ല നിന്റെ ജീവിതത്തിൽ നീ ആക്കിയ തപ്പൊരു വലിയ തപ്പെന്തരേ എങ്ങനെ നിന്റെ ജീവിതത്തിൽ നീനാക്കിയ തപ്പൊരു വലിയ തപ്പെന്തരെ ചൊല്ലാമാട്ട് അപ്പൊ ഈ ഇലവണ് ആൽച്ചനാക്കി ചൊല്ലോല ഞാൻ നിന്റെ ജീവിതത്തിലാക്കിയ വലിയ തപ്പെന്തര കൊടുത്തുണ്ടാ നിസ്കരിക്കുമ്പോ ഒരു കാലില് ചൊമ്മ നേരം ഇങ്ങനെ താങ്ങിട്ട് നിക്കൂ തീര നല്ലല്ല നിസ്കരിക്കുമ്പോ ഒരു കാലില് താങ്ങിട്ട് ഇങ്ങനെ ചൊമ്മനാറ നിക്കൂ തീറ ചില മഹാന്മാരെല്ലാം അങ്ങനെ നിന്നിട്ട് ഖത്തം തീർത്ത മഹാന്മാരില്ലേ അത് വേറെ റൂട്ടാണത് ഇല്ലേ അങ്ങനെ ഖത്തം തീർത്ത മഹാന്മാരില്ലേ ആറുള്ളത് ആ പാട്ടപ്പോ കൊണ്ടോ ഒരു കാമൽ നിന്നിട്ട് പിന്നെ ഒരു ഖാത്തം തീർത്തോവർ ഒരു ചെൽമുതലായി മൂവാണ്ട് കാത്തോവർ മഹാനവറുകളുടെ ബറക്കത്ത് അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ അങ്ങനെ ആ റൂട്ട് പിടിക്കോ കാരണം വേറുണ്ടാവാം ഇപ്പൊ ഇത് നിസ്കാരത്തെ വിഷയം നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു കാലിൽ ഊങ്ങിട്ട് ഇങ്ങനെ കുറെ നേരം നിൽക്കുക തീറാ ഞാൻ ഒർക്ക ബച്ചിട്ടാകുമ്പോ നിസ്കരിച്ച് ബച്ചിട്ടാകുമ്പോ അങ്ങനെ ഒർക്ക ഞാൻ നിന്റെ എന്റെ ജീവിതത്തിൽ ഞാനാക്കിയ വലിയ തപ്പത് ഉണ്ട് സുബ്ഹാനല്ലാഹ് അയാളുടെ ജീവിതത്തിൽ അയാളാക്കിയ വലിയ തപ്പത് ഇത് കേട്ടാകുമ്പോ എലവണു മൂത്തോണ്ട കേട്ടൂല നിങ്ങളെ ജീവിതത്തിലാക്കിയ വലിയ തപ്പെന്തരേ അപ്പൊ മൂത്തോൻ ചൊല്ലേവുള്ള ഞാനിങ്ങനെ ഒരു നാൾ ഈ കണ്ടത്തെ പുണ്ണിലെ നടന്നു പോകുമ്പോ എന്റെ മുണ്ടില്ല എന്റെ ചിന്തയില്ലാണ്ട് ഞാനൊരു നെല്ലിങ്ങനെ പറക്കിയെടുത്തേ നെല്ലിങ്ങനെ വലിച്ചിട്ട് എടുത്തേ അപ്പ കൊന്തായിത്തു യാ റബ്ബേ ഇത് ആരമ്മ ജാഗിയുടെ നെല്ലല്ലേ ഞാൻ എടുത്തേ മാട്ടെ അവിടെ
അവിടെ ಇದೆಲ್ಲ ಪ್ರಶ್ನೆ. ನಾನು ಆಕೆ ತಪ್ಪೆಂದ್ರೆ ಗೊತ್ತುಂಟ ಇಪ್ಪ ನನ್ನ ಜೀವಿತದಲ್ಲಿ ನಾನು ಆ ನೆಲ್ಲು ಬೆಚ್ಚಿರೆ ಅದೇ തൈയുടെ കീല അല്ല ಬೇರೆ തൈയുടെ കീല. ನನ್ನ ജീവിതത്തിൽ നാനാക്കി ഏറ്റവും വലിയ തപ്പ് ഇത്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ട് എത്ര എണ്ണോകിക്കൂ ഇത് തപ്പാ ഇപ്പ ഇതിപ്പോ ഞങ്ങളെ കൺസെപ്റ്റിൽ ഇപ്പൊ തപ്പ ഇത് കൺസെപ്റ്റിൽ ഇപ്പൊ തപ്പ അങ്ങനെ അങ്ങ് ആക്കിയ ബെല്ല് തപ്പ അത് അങ്ങ് ആക്കിയ ബെല്ല് തപ്പ അത് ഇത് കേക്കട ಹಬ್ಬ ಉಂಟು ಆಮೇಲೆ ಹಬ್ಬ ಪೆರಗುತ್ತೆ ಆ ಹಬ್ಬ ದ್ವಾರಕಡೆ ಹೋಲ ಯಾ ರಬ್ಬೆ ನಂಡೆ ಮಕ್ಕ ತಪ್ಪಾಕಿ ಮಾಡಿ ನಂಡೆ ಮಕ್ಕ ತಪ್ಪ ಎಣಿ അങ്ങ് ദുനിയാവിൽ നീന് ജീവിതം കൊടുക്കണ്ട അല്ലാ. അതോടുകൂടി അങ്ങ് 2 മക്കൾ മരണപ്പെട്ടു പോയാറുണ്ട്. ആ കിതാബുൽ മഹാന്മാർ വിശദീകരിച്ചുകൊണ്ടുള്ള അങ്ങനെ തപ്പ് നോക്കൂ നിങ്ങൾ. അപ്പൊ ഞങ്ങളെ ജീവിതത്തിലൊക്കെ നിങ്ങൾ തിരിച്ചു പറൂ ഞങ്ങൾ എത്ര നരകത്തെ പേടിച്ചിടാ അല്ലേ? ഞങ്ങൾ അല്ലേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്? നോക്കൂ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഫർളും ഒരു സുന്നത്തും നിസ്കരിച്ചിട്ടേ ഇല്ലല്ലോ. മാ സ്വല്ലാ സ്വലാത്തൻ ഇല്ലാ ആദ മിൻ അർബഅ. മുതഅല്ലിമീങ്ങൾ ഇത് ഗട്ടിയായിട്ട് കേൾക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഫർളും ഒരു സുന്നത്തും നിസ്കരിച്ചിട്ടില്ല. 4 കാര്യത്തെ കേൾക്കാണ്ട് 4 വിഷയത്തിൽ ദുആർക്കാണ്ട് ഒരു നിസ്കാരത്തെയും വിരമിച്ചിട്ടില്ലല്ലോ. അതായത് ഹത്തഹിയാത്തുള്ള പ്രാർത്ഥനയാണത്. കറക്റ്റ് പഠിച്ചു വെക്കണം. ഞങ്ങൾ പാലക്കാറും ഇരിയങ്ങും പഠിച്ചു വെക്കണം. ഞങ്ങൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ ഫർളാകട്ടെ സുന്നത്താകട്ടെ ഈ 4 ദുആ കൂട്ടാണ്ട് നിസ്കാരത്തെ വിരമിച്ചിട്ടേ ഇല്ലല്ലോ. അതിലെ ഒന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. റബ്ബേ ഞാൻ ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ കേൾക്കണം. വമിൻ അദാബിൻ നാർ. അതാ നരകത്തിൽ നിന്ന് ഞാൻ കാവൽ കേൾക്കണം. ആരെ പ്രാർത്ഥന ഇത്? ഒരു തെറ്റുമാക്കാത്ത 4 സ്വർഗ്ഗത്തെ വായിൽ ഓപ്പൺ ആക്കിയിട്ട് ഉദ്ഘാടനാക്കി തന്റെ ഹുസൂറേ അക്രം താജിദാരേ മദീന ആകാ വ മൗലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണിത്. നാനും നിങ്ങൾ എവിടെ ഉള്ള നാനും നിങ്ങൾ എത്ര പേരുള്ള രണ്ടാമത് നരകത്തിൽ നിന്ന് കാവൽ കേട്ടിട്ട് മൂന്നാമത് വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്തി മൂന്നാമത്തേത് നാലാമത്തേത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ 4 കാവൽ കേൾക്കാണ്ട് ഒരു സുന്നത്ത് നിസ്കാരം നബി തങ്ങൾ നിസ്കരിച്ചില്ലല്ലോ. ഒരു ഫർള് നിസ്കാരം പോലും നബി തങ്ങൾ നിസ്കരിച്ചില്ലല്ലോ. നബി തങ്ങൾ അതിലെ കാവൽ കേൾക്കാണ്ട് നിസ്കരിച്ചില്ല. ഇവിടെ ഒരു കാര്യം ഈ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ അത്തയ്യാത്ത് എങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിയുടെ സലാം ബിട്രമി. ഞങ്ങൾ ഭയങ്കര ചുരുക്കിയ ഞങ്ങൾ അല്ലേ? തറാവി നിസ്കാരത്തിൽ പിന്നെ ചൊല്ലേതേ വേണ്ട. നിങ്ങൾ നല്ല മനസ്സിലാക്കിയുള്ള ഈ ബാലക്കാരല്ല അങ്ങ് ചിലപ്പോ എവിടെ സ്പീഡുണ്ട് നിസ്കാര അവിടെ വളരെ ഗണ്ടാക്കി ഒരു നോമ്പറിയില്ല. നിസ്കാര 20 മിനിറ്റ് 30 മിനിറ്റ് തീരണു. ഇനി ഖതീബ് ഉസ്താദ് അരഗണ്ട വാലാക്കിയെങ്കിലും മദർഗ് ചാഞ്ഞു കേൾക്കടാ നിസ്കാരം ഒന്ന് വേഗായിരണം. ഇവിടെ നിങ്ങൾ ചില കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ എന്ത് കണ്ട സ്ലോപ് ഉണ്ടേ ഒന്നുണ്ട കുറെ കറാഹത്ര ഇല്ലാണ്ടാക്കുക. അവിടെ കുറെ കറാഹത്ര ഇവിടെ ഈ 4 ദുആ നബി തങ്ങളുടെ ദുആ. ഒരാള് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അയിൽ പിന്നെ നേരിട്ട് കൂടെ തുല്യ ബാരിക്ക എവിടേക്ക് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ ഖബർ പിന്നെ പറ പിന്നെ പറ വമിൻ ഫിത്നത്തിൽ മഹിയ പിന്നെ പറ വമിൻ ഫിത്നത്തിൽ കറാഹത്ത് പോയിട്ട് കറാഹത്ത് പോണ്ട അവിടെ അത്തയ്യത്ര കറാഹത്ത് പോണ്ട. അത് ഈ ദുആഉൽ ഇഫ്തിതായില്ലേ അങ്ങനെയെങ്കിൽ ഈ വജ്ജഹത്ത് ഓതില്ല ഞങ്ങൾ അവിടെ അങ്ങനെ ഈ റമളാനിലുള്ള ചുരുക്കോ പഠിക്കൊണ്ട ചുരുക്കുക 7 രൂപ മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടിയാൻ ഒന്ന് അതിൽ വജ്ജഹത്ത് വജ്ഹില്ലദി അതാണ്. പിന്നെ സുലാബത്തുർ രൂപ ഉണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. കറാഹത്ത് പോയിട്ട് സൂചിപ്പിച്ച മുത്തഅല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത്രയെങ്കിലും പാലിക്കിടങ്ങാവണം. ഞങ്ങൾ ഏത് സുന്നത്തിലും അത് പാലിക്കിടങ്ങാവണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നരകത്തിൽ നിന്ന് കാവൽ കേൾക്കാണ്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കലില്ലല്ലോ. അങ്ങനെ
ഞങ്ങളെ പേടി നോക്കറു നിങ്ങ അത് വല്ലാത്ത പേടിയാണ് പാവപ്പെട്ട ഞങ്ങൾക്കും ആ പേടി വേണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഒരൊറ്റ സംഭവം ഞാൻ ഇവിടെ ചെന്നിട്ട് ചുരുക്കിടാനാണ് ഈ വിഷയം അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആ മഹാൻ ചൊല്ലു നോക്കറു അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് കിടക്കുമ്പോ നാനയില്ല രോഗ സന്ദർശനക്ക് പോയിട്ടിന്ന് ആ രോഗ സന്ദർശനക്ക് പോയിട്ടാകുമ്പോ അയാള് നല്ല രോഗത്തിലൂടെ കിടന്നത് ആ രോഗത്തില് കിടന്ന് അയില്ലമുട്ട സൂറത്തുൽ അറാഫിന്റെ 41-ാമത്തെ ആയത്ത് ഒരാളിങ്ങനെ ഓതിയോണ്ടുണ്ടയല്ലമുട്ട ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാസ് നരകത്തെ ആൽമാരെ മേലും അങ്ങ് തീയാണ് അടിലും അങ്ങ് തീയാണ് ഈ ആശയത്തിൽ പണ്ട് സൂറത്തുൽ അറാഫിന്റെ ആ ആയത്ത് ഓതുമ്പോ രോഗത്തിൽ കിടന്നെങ്കത്തെ അബ്ദുല്ലാഹ് ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു അപ്പം എണീച്ച് നിന്നിട്ട് വല്ലാത്ത ബുൽപാ അപ്പൊ അവിടെ കൂടിയ ആൽമാരിയും അറിയാല ഇപ്പമേ മരിക്കുവാണ്ട് നിങ്ങൾ പേടിച്ചു പോയ അങ്ങനത്തെ ബുൽപ്പാണ് അയാളെ കൈ പിടിച്ചിട്ട് നിങ്ങൾ തെക്കുറു ബുൽപ്പിടണ്ട നിങ്ങൾ കിടക്കുറു ഉസാറില്ലല്ലോ എന്നപ്പോ അയാള് ആ കിടത്തത്തിലായ മനുഷ്യ ഇഞ്ചിനിണ്ട് ചെന്ന പൽക്ക മനനിൽ ജഹന്നമ വലാ അദ്രീ ലഅല്ലി അഹദുഹും നരകത്തെ ഓർക്കുമ്പോ നക്ക് കിടക്കുകയില്ലല്ലോ നക്ക് തെക്കുകയില്ലല്ലോ ആ നരകത്തിൽ ഞാൻ പെട്ടുപോയെങ്കയുന്നിട്ടോ യാ അല്ലാഹ് പുൽപുട്ടോണ്ട് നിണ്ടില്ലേ മഹാനവറുകള് നമുക്ക് എത്ര പേടിയല്ലേ പാവപ്പെട്ട നിന്റെ കൽബിലോടുണ്ടുമ്മ പേടി നരകത്തെ ഞാൻ എത്ര പെട്ട ഓർത്തുരവുമ്മ യാ അല്ലാഹ് വന്യരായ ഖുർറത്തു സാദാത്ത് ഖുറാതങ്ങള് വഫാത്തായി പോയില്ലേ അല്ലാഹു ദറജ ഉയർത്തുമാറാകട്ടെ കഴിഞ്ഞ സ്വലാത്തിലൂടെ നിങ്ങൾ അനുസ്മരണയാക്കിടാറ് അതുകൊണ്ട് ദീർഘമായിട്ട് ആ ഭാഗത്ത് പോണില്ല യാ അല്ലാഹ് ഒരുങ്ങാൽ എത്ര ഗണ്ടല്ലേ കൂറത്തങ്ങ് തുവാറുന്നത് ഒരു മജ്ലിസിൽ 2 ഗണ്ട അങ്ങനത്തെ 2-3 മജ്ലിസ് ഒരു നാൾ 10 ഗണ്ടതോല അല്ലാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിട്ട് ദുആറ് കളയുന്നെങ്കിൽ അത് ചില്ലാറ ഭാഗ്യമല്ലല്ലോ അത്ര വലിയ ഭാഗ്യ കൊടുത്ത മഹാനാണ് ഖുർറത്തു സാദാത്ത് മഹാനായ ഖുറാത്തങ്ങള് അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് തങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ് ആ ദുആയിൽ നിങ്ങൾ കേട്ടില്ലേ എപ്പോഴും മരിപ്പിടെ വിഷയല്ലേ എപ്പോഴും നരകത്തെ വിഷയല്ലേ എപ്പോഴും ആഖിറത്തെ വിഷയല്ലേ 2 ഗണ്ടയിലും 3/4 ഭാഗവും ആഖിറത്തെ വിഷയല്ലേ കൂറത്തങ്ങളെ ദുആകളിന്നത് അങ്ങനെ പേടി നോക്കൂ ഞങ്ങൾ കണ്ട ഒരു മഹാന്റെ വിഷയമാണ് നാം ഇവിടെ ചൊന്നോബണ്ടോ അപ്പൊ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഈ ദുആ അധികരിപ്പിക്കണവനാണ് ഇബാദുർ റഹ്മാനിലെ പെട്ട അടിമ പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ അധികരിപ്പിക്കണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ധാരാളം നിങ്ങൾ അധികരിപ്പിക്കണം നമുക്കത് ഇബിലെ വിഷയമല്ലത് അപ്പൊ ഇങ്ങനത്തെ കുറെ ക്വാളിഫിക്കേഷൻ എടുത്തോണ്ടോ നല്ല അടിമകളായിട്ട് നാണും നിങ്ങൾ മാറണോ അല്ലാഹു തൗഫീഖ് നാളായിട്ട് നാനും പടയുന്ന അതിലെ സൂറത്തുൽ ഫുർഖാനല്ലേ അതിലെ ലാസ്റ്റ് തോള എണ്ണും പുത്തകവും 12 അടയാളങ്ങൾ പണ്ട് ഞാനിനി വിശദീകരിക്കില്ല നമ്പർ ഇട്ട് മാത്രം അപ്പൊ ടൈം ആവണ്ടല്ലേ നമ്പർ 2 പോണ്ടേ വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു ഖർച്ചാക്കുമ്പോ എന്താക്കല്ലേ ദുന്തു വെച്ച് അങ്ങ് ആക്കല്ലേ എങ്ങനെയാണ് ഖർച്ചാക്കുമ്പോ ദുന്തു വെച്ചാക്കല്ലേ ഈ അടുത്തിട്ട് ഞങ്ങളെ ഉപ്പിനങ്കടി കലഞ്ചിബയിലെ മുഹമ്മദ് അൻസാർ ചൊല്ലുടെ ഒരു ചെറുക്ക അവനക്ക് മങ്ങിലായിട്ട് കൂടിയ വർഷം അവനക്ക് മക്കയില്ല അങ്ങനെ ഈ ആനിവേഴ്സറി ആക്കില്ലേ ഇപ്പ അല്ലെ മാരേജ് ആനിവേഴ്സറി ആക്കില്ലേ അതിലെ ഭാഗമായിട്ട് അവൻ നന്റെ ദിവസം ഞാൻ എന്തിനാക്കട്ടെ നാണ് ഈ വിഷയത്തിൽ എന്തിനാക്കട്ടെ കേട്ടപ്പോ നാ ചൊന്ന നീ ഒരു സൊറാക്ക് ഈ ഉത്തര ഭാരതത്തില് അവിടെ ഞങ്ങളെ വന്യരായ ഡോക്ടർ ഫാറൂഖ് നഈമി ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളെ ആലിമീങ്ങള് ഔട്ടെ തെരുവിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത അക്ഷരജ്ഞാനം ഇല്ലാത്ത റോഡ് സൈഡിൽ കിടന്നു
കിടന്നോണ്ടില്ലേ നേരത്ത് 3 നേരത്തില് ഒരു നേരം പോലും സുക്തമായിട്ട് ആഹാരം ഇല്ലാത്ത എത്ര മക്ക ഉള്ളാറ് അങ്ങ് ബർത്ത്ഡേ വിഷാക്കിട്ട് ആനിവേഴ്സറിയുടെ വിഷാക്കിട്ട് റായത്തിലൂടെ അങ്ങ് ആഘോഷിക്കുമ്പോ ആ പൈസ അങ്ങ് അവിടെ എനിക്ക് ഫുഡ് കൊടുക്കണമെന്നാണ് അവനക്ക് വീഡിയോ കാട്ടിയ അവൻ ചൊന്ന 10,000 രൂപ തന്റെ ഉസ്താദ് 100 മക്കൾക്ക് ഫുഡ് നിങ്ങൾ കൊടുക്കറോ ഞാൻ അങ്ങനത്തെ ബന്ധപ്പെട്ട് ഫുഡ് കൊടുത്തേ ആ വീഡിയോ അങ്ങനെ കറക്റ്റ് തന്നാറ് ഇപ്പൊ സ്റ്റേറ്റസിൽ വെക്കുന്ന പ്രസ്റ്റേജ് അല്ലേ ഇപ്പൊ അതൊരു പ്രസ്റ്റേജ് ഇപ്പൊ ഞങ്ങളത് അപ്പൊ ആ സ്റ്റേറ്റസിൽ വെക്കൂ ചിലപ്പോ ഉപകാരം ഉണ്ടാവും ആ സ്റ്റേറ്റസിൽ വെച്ചത് കൊണ്ടായിരിക്കും പിന്നൊരു ബാലക്കറയ്ക്ക് റെഡി ആവിടെ അപ്പൊ ഞങ്ങളെ സ്റ്റേറ്റസിലോട് നമുക്ക് പ്രബോധനം ആക്കാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ ആ ഒരു വീഡിയോ നോക്കിയ അതിൽ ആ ബിരിയാണിന്റെ അണ്ട വന്നപ്പോ നന്റെ റബ്ബേ ആ മക്ക ബട്ടങ്ങ പ്ലേറ്റ് കുടിച്ചോണ്ട് ഓടി ബണ്ട റങ്ങൊന്ന് ഞങ്ങൾ നോക്കണം കണ്ണിൽ തണ്ണി വന്നു പോയിട്ട് പോവാ എന്തുമില്ല ബിരിയാണിന്റെ കലല്ല തീന്നർ ആ ബിരിയാണിന്റെ കലത്തുള്ള 2 മക്ക ഇന്നിട്ടതിരെ ഭാരി തിണ്ടോണ്ടിക്കിടത് കാണുമ്പോ അള്ളാഹു നക്കും നീ തന്നെ നിയമത്ത് എത്രയല്ലേ അള്ളാഹു നക്കും നിങ്ങൾക്ക് തന്നെ നിയമത്ത് അള്ളാഹു നിങ്ങൾക്ക് ദായ്മയാക്കി തരട്ടെ അപ്പൊ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടോ ഞങ്ങളെ സമുദായത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടോ ഞങ്ങൾ മണവരയ്ക്ക് ഇക്കട്ടെ ഇനി അങ്ങനെ ബർത്ത്ഡേ മക്കളെ ബർത്ത്ഡേ എല്ലാം ആഘോഷിക്കുന്നുണ്ട് കണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ആക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല സോറാക്കുറുണ്ടിങ്ങ അങ്ങനത്തെ എത്തുവാട്ടി കൊടുക്കുറുണ്ടിങ്ങ അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ നല്ല ഖൈർ അള്ളാഹു തറൂ ആ ബാലക്കാർക്കും മക്കയില്ല അള്ളാഹു സാലിഹായ കിടവിടെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഉദാഹരണത്തിന് சொன்னே അപ്പൊ അതോ നല്ല അടിമയുടെ ഒരു അടയാളം അങ്ങ് ചെലവഴിക്കുമ്പോൾ ദുന്തു വെച്ചാക്കലേ വല യഖ്തുറു അങ്ങ് ജിപ്നത്തെയും കാട്ടലേ അങ്ങൊരു ഒരു പിശുക്കന്മാർ ജിപ്നത്തെയും അങ്ങ് കാട്ടലേ അങ്ങ് ഇങ്ങായിരിക്കുന്ന നല്ല അടിമങ്ങ മാത്രമല്ല വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഅൻ ആഖർ അല്ലാഹു അല്ലാണ്ട് പിന്നൊരുത്തുക അങ്ങ് ആരാധിക്കലേ അതിപ്പോ ഞങ്ങൾക്ക് ചൊല്ലണം ഉസ്താദ് അതിപ്പോ ഞങ്ങൾക്ക് ചൊല്ലണം അല്ലാഹു അല്ലാണ്ട് പിന്നൊരുത്തുക ആരാധിക്കല അത് ഞങ്ങൾ ധൈര്യമുണ്ട് ഇതിൽ ഞങ്ങൾ പെട്ടുപോവാ പക്ഷെ ജാഗ്രത ആക്കൊരു ഉമ്മമാരെ ചിലപ്പോ ഞങ്ങൾ കാട്ട ചതി അവിടെ എത്തുവാട്ടി പോവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ചതി കാട്ടറിയൊന്നെങ്കിൽ എന്തിരി ഒരാൾക്ക് അള്ളാഹു കാറ് കൊടുത്തതാകുമ്പോ ചതി കാട്ടറിയൊന്നെങ്കിൽ എന്തിരി അവനുക്ക് അള്ളാഹു അത് കൊടുത്തത് ശരിയായില്ല അള്ളാഹു തപ്പാക്കിയാണ്ടല്ലേ അതിനർത്ഥം അങ്ങനല്ലേ അള്ളാഹു നക്കേ തറഞ്ഞിട്ട് അവನು കൊടുത്തതായില്ല അള്ളാഹു ആക്കിയ തപ്പുണ്ടല്ലേ നിങ്ങളെ ഭാവനത് ചിലപ്പോ ആ ചതി ഈമാൻ തെരിക്കോ കാരണാവൂ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ത് ഭാഗ്യ കൂടിയിട്ട് ഒരുത്തരെ ദെപ്പാട്ടകു പൊടി പിരിക്കു മാട്ടമന്ത്രാക്കു ആ മുസ്ലിമുമാവൂ ജ്യോതിഷമാവൂ ഏത് ജാതിരവണും നോക്കാണ്ട് ഓടി പോണ്ട എത്ര പെണ്ണിങ്ങ ഉള്ളാറ് ആ മുസ്ലിമീങ്ങളെ ബായിലെ കടത്തല് ലൈൻ നിക്കട എത്ര പെണ്ണിങ്ങ ഉള്ളാറ് ഉമ്മ ജാഗ്രത ആക്കറോ ഈമാന്റെ കാട്ടി വലിയ വജ്രായുധ വേറെന്തും ഇല്ല ഉമ്മ അള്ളാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ നല്ല അടിമയുടെ അടയാളം അത് മാത്രമല്ല വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അല്ലാഹു നിഷേധിച്ച ജീവികളെ അങ്ങ് കൊല്ലലേ ഇതിലും ധൈര്യമുണ്ട് ഞങ്ങാരെ കൊന്നിട്ടില്ല ഞങ്ങാരെ ഇല്ല ചിലപ്പോ ഞങ്ങളെ ഈ മജ്ലിസില് എത്ര ആൾമാരെ കൊന്ന കഴിക്കുവാറൂടെ നിങ്ങൾ ടെൻഷനാക്കണ്ട അങ്ങനെയൊന്നല്ലെന്നാണ് അങ്ങനെയെന്നെങ്കിൽ ബൈത്തുലുള്ള കിടാവുടെ കൊല്ലെടുത്തു പോലും നിഷേധാണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ചൊല്ലി എത്ര മക്കളെയാണ് ബൈത്തിലെടുത്തോണ്ടില്ലേ എന്തേ അത് ഒരു കിടവ് ഇപ്പൊ ഉള്ളത്ര തപ്പിട്ടായി പോയേ ഇനി അത് ആക്കെങ്കിലും ഭാരി ഭംഗാവൂ ഈ കിഴവിടെ നോക്കൂ കഷ്ടാവൂ ഇല്ലെങ്കിൽ 4-5 മക്ക ഉണ്ടോ ഇനി ആയെങ്കിലും നമുക്ക് എവിടേക്ക് ഞാൻ അധ്വാനിക്കോ പോണ്ടേ ആ ചിന്തനെ പേരിച്ചിട്ട് മക്കളെ കൊല്ലുട എത്ര ഉമ്മ ബാപ്പമാറുള്ളാറ് നിങ്ങൾ പെടലേ ഇതില് നിങ്ങൾ പെടലേ ഇതില് അതും കൂടി കൂട്ടിയും മുഫസ്സിരീങ്ങളുള്ള ബൈക്കോ ടൈമില്ല ഇപ്പോടെ ജാഗ്രത കുറു അങ്ങനത്തെ ഒരു സ്വർത്തുക്ക് ഞങ്ങൾ ഇലിയ കുത്തിയിറ പാടില്ലല്ലോ അതെ ആഹാരം തണ്ടവൺ അല്ലാഹു അല്ലേ റിസ്ക് തണ്ടവൺ അല്ലാഹു അല്ലേ അതൊക്കെ സൗകര്യാക്കണവൺ അല്ലാഹു അങ്ങനത്തെ കഥ ഇല്ലാണ്ടാക്കണോ അങ്ങനത്തെ കഥ ഇല്ലാണ്ടാക്കണോ നന്റെ ഒരാൾ പങ്കുള്ള ഒരു ബാലക്കാര അയാൾക്ക് ഒരു കിടാവ് ചെറിയ കിടാവ് ഉണ്ടു ഈ ആൻഡ്രെ പേര് ചൊല്ലേ അങ്ങനെ ഒരു പേത്തായി പോയിട്ട് ഈ പേത്തായ പൈൽ ബന്ധമുള്ള കിടവ് ദ്വാർക്കണോ ഒരു കിടവുണ്ടു വേണ്ടാണ്ട് നിരീക്ഷണങ്ങ പക്ഷെ അള്ളാഹുടെ പേടിച്ചിട്ട് ആ സ്വർത്തുക്ക് നാ പോയില്ലേ എന്റെ പിഞ്ഞ ഈ പെത്തല് അൽഹംദുലില്ലാഹ് കിടവ് ഇപ്പൊ റാഹത്തിലുണ്ടോ അങ്ങനത്തെ പേടി വേണം ഇങ്ങനെ നല്ല അടിമയുടെ അടയാളം
ധാരാളം വലാ യസ്നൂന അങ്ങ് വ്യഭിചാരാക്കടങ്ങ അല്ലാഹ്. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു ധാരാളം നല്ല അടിമകളെ കുറിച്ച് എണ്ണുമ്പോ ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നാണും ഇതിൽ പെടുന്നു ചൊല്ലുടെ ധാരണയിൽ മുഅ്മിനീങ്ങളെ ഇണ്ടത്തെ വാള് നമുക്ക് ഉപകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നനിപ്പാട്ട ഇണ്ട് നല്ല ഭക്ഷണ പൊതി നിങ്ങൾ ഉണ്ടാക്കിടാറ് നല്ല ഒരു കിൻട്ടോള് മുട്ട അരിയിൽ ചോറ് വെച്ചിട്ട് 60 kg ഇറച്ചിയുള്ള കറിയാക്കിയിട്ട് ഹബീബായ മുത്തുനബി തങ്ങളെ പേരിലല്ലേ ഒരു സന്തോഷം നിങ്ങാക്കടെ. മുത്തുനബി തങ്ങളെ പേരിലല്ലേ ഈ സന്തോഷാക്കടെ. അതൊക്കെ അധ്വാനിച്ചങ്ങ ഓടിയങ്ങ പൽക്ക പറഞ്ഞങ്ങ അതൊക്കെ കൊടുത്തങ്ങ അല്ലാഹു അർഹമായ ഫലം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമാകപ്പെട്ട റബീആന് ബറകുകൊണ്ടോ ഞങ്ങളെ നേതാവ് മുത്തുനബി തങ്ങളുടെ ജന്മദിനങ്ങളല്ലേ ബറകുകൊണ്ടോ അതൊരു ഈമാനുള്ള മുസ്ലിമുടെ കൽബുൽ കുസി വീണു. പരിശുദ്ധമാകപ്പെട്ട റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ മുത്തുനബി തങ്ങളുടെ മഹബത്ത് പ്രകടനാക്കുക. അല്ലാഹു നമുക്കൊരു അവസരം തണ്ടയുടെ കുസി തങ്ങളെ കൽബുൽ വീണു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ഈ കാഫിരീങ്ങളില്ലേ അമുസ്ലിമീങ്ങളില്ലേ വിശ്വസിക്കാത്ത ആൾമാരില്ലേ അങ്ങനെ കൂട്ടത്തില് നരകത്തില് ചെറിയ ശിക്ഷ കിട്ടങ്ങ ആരോഗ്യത്തുണ്ടാ. നരകത്തില് ചെറിയ ശിക്ഷ കിട്ടങ്ങ ആരോഗ്യത്തുണ്ടാ. ആ വിഷയത്തില് മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചുകൊണ്ടുള്ളാറ്. ഇതാ റബീഉൽ അവ്വൽ 12 ബംഗ്ലഗുഡ്ഡട പള്ളിയുടെ മദ്രസത്തെ ദർസുര മക്ക ഇങ്ങനെ മുത്തുനബി തങ്ങളെ പേരില് ജാഥ പോകുമ്പോ റാലി പോകുമ്പോ ഒരു ടൗണിൽ എത്തിയപ്പോ 4 അമുസ്ലിമീങ്ങൾ ഒരു ടേബിൾ വെച്ചിട്ട് അതിന് മേലെ കുടിക്കുന്ന സർബത്ത് വെച്ചിട്ട് സിഹിദിണ്ടി വെച്ചിട്ട് നബി തങ്ങളെ പേര് വിളിച്ചിട്ട് ജാഥ പോണ്ട മക്കോ 6 ബായിക തണ്ണി കൊടുത്തണ ഒരു സിഹിദിണ്ടി കൊടുത്തണ. അങ്ങനത്തെ അമുസ്ലിമീങ്ങൾ നരകത്തില് ശിക്ഷ ലഘുവുണ്ടെന്ന് പഠിപ്പാട്ടിയ മഹാന്മാരില്ലേ. നോക്കൂ നിങ്ങൾ ഒരു അമുസ്ലിമോ നബി തങ്ങളെ പേരിൽ ഒരു ഗ്ലാസ് സർബത്ത് കൊടുത്തപ്പോ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം നോക്കൂ നിങ്ങൾ. ഇനി ഈമാനുള്ളോ വിശ്വാസമുള്ളോ മുസ്ലിമീങ്ങളായ ആ നബി തങ്ങളെ റബീഉൽ അവ്വൽ ജന്മദിനത്തെ ഭാഗമായിട്ട് അതാ മൗത്തുൽ മൗലിദാക്കിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ ആലിമീങ്ങളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ മുതഅല്ലിമീങ്ങളെ ഭക്ഷണം വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ കിട്ട പ്രതിഫലത്തിന് കണക്കിക്കുക. എത്ര പ്രതിഫലിക്കല് ഞങ്ങളെ കൊണ്ട് അങ്ങനെ ആവിടല്ലേ. മഹാന്മാർ ഇഷ്ടവെച്ചതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടവെക്കുക ആവിടാ. നിങ്ങൾ നോക്കൂ ചില ആൽമാർ ചൊന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ബാല പിടിച്ചില്ലേ. നബി തങ്ങൾ വഫാത്തായിട്ട് ആരെങ്കിലും ചൊന്നെങ്കിൽ ഞാനുണ്ട് തല കുത്തുകയെന്നിട്ടോ ബാല പിടിച്ചില്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അത് നബി തങ്ങളിട്ടുള്ള പിരിസപ്ത ഭാഗ എത്ര സ്വഹാബിമാർ ബോധകെട്ടിട്ട് പൂണ്ടില്ലേ. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതറില്ലല്ലോ പെരകിരാറില്ലല്ലോ. നിങ്ങളെ എല്ലാവരുടെ സമാധാനാക്കിയ ആളാറ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ എല്ലാവരുടെ സമാധാനാക്കിയോ. അപ്പൊ ചില ആൾമാർ ഓ അപ്പൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളൊട്ടിಗೆ വേണ്ട പോലെ പിരിസ ഇല്ല കാണ്ട് ഇല്ലെങ്കിൽ അയാൾ ഉൾപ്പെടലെന്ത അയാളെ ബോധപോലെന്ത അയിലും അതേപോലെ ആക്കലെന്ത. അത് ഞങ്ങൾ വിവരമില്ലാത്ത കൊണവാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കട വിഷയത്തിൽ മഹാന്മാരിയൊന്നല്ലേ ടിബി ചൊല്ലിക്കത്തെ ഒരു രോഗം ഉണ്ടത്. അത് അല്ലാഹു ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോണ്ടേക്ക് അർത്ഥ കുറെ നിങ്ങൾ വെക്കുക അറിയിപ്പ ഏകദേശം പണിയെ കൊടുത്തിട്ടാണ് അല്ലാഹു അവസാനത്തെ വഫാത്തിലെ ആ ടൈം അങ്ങനെയാണ്. പക്ഷെ ചില മഹാന്മാർ ടിബി ചൊല്ലുന്ന ഒരു രോഗമുണ്ട്. അതാർക്ക് പണ്ടേ കൊണ്ടുണ്ടാകും. ഈ ചുമ്മ ടെൻഷൻ ഉള്ള ആർക്ക് ചുമ്മ ടെൻഷൻ എപ്പോഴും നൊമ്പല പറത്ത് കാട്ടുകാവില്ലേ അവന്റെ മനസ്സിൽ ടെൻഷൻ ആക്കി 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 ആക്കിയിട്ടാണ് അങ്ങനത്തെ രോഗബണ്ടേ. അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പൊ അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായാൽ പിന്നെ ടെൻഷൻ ആക്കി 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 ആക്കിയിട്ട് സമ്പൂർണ്ണമായിട്ട് ബളലിട്ട് ആ ദുഃഖത്തിലാണ് വഫാത്തായി പോണ്ടേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനെ പിരിസപ്പാടപ്പ എത്ര ഉൾഗയിന്ന് നിങ്ങൾ ചിന്തിക്കുന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇപ്പൊ അങ്ങനെ ആക്കുക.
ഞങ്ങളെ കൊണ്ട് ഇപ്പൊ അങ്ങനെ ആക്കുക ആവില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ആഹാരം കൊടുത്തിട്ടു, ഫുഡ് കൊടുത്തിട്ടു, ഞങ്ങൾക്ക് നബിതങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയിട്ട് മദ്ഹാക്കിയിട്ട് ആ സന്തോഷം പ്രകടാക്ക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബിയുൽ അവ്വൽ ബണ്ടെ സ്വലാത്തും റബിയുൽ അവ്വൽ ഒട്ടിക്കേണ്ട ഏകദേശം 2 ക്വിന്റൽ മുട്ട ഇറച്ചി വേണം, അരി വേണം, 1 ക്വിന്റൽ ഇറച്ചി വേണം, 1.5 ക്വിന്റൽ ഇറച്ചി വേണം, 2 ക്വിന്റൽ അരി വേണം. ഇൻഷാ അല്ലാഹ് വേറെ ഓടി കേക്ക് പോകേണ്ട വേണ്ട, ഞങ്ങളെ കൊണ്ടാക്കുക. 2.5 ക്വിന്റൽ അരി വേണം, 1 ക്വിന്റൽ ഇറച്ചി വേണം, ഞങ്ങളെ കൊണ്ട് അതാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഒരു അമുസ്ലിമോ നബി തങ്ങളുടെ പേരിൽ 1 കുടിക്കോ 1 ഗ്ലാസ് പാനീയ കൊടുത്തെങ്കിൽ അവനുകായിരിക്കും നരകത്തിൽ ശിക്ഷ കുറവുണ്ട്. ഞങ്ങൾ ഈ ഇറച്ചും അറിയും കൊടുത്തിട്ടും ആ നബി തങ്ങളെ പിരിച്ചു വെക്കുമ്പോൾ എത്ര വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കൈകോർക്കണം ഇൻഷാ അല്ലാഹ്. ഓൺലൈനിൽ കേൾക്കണമെങ്കിൽ അത് മുഖേന ഞങ്ങളെ പ്രിയപ്പെട്ട മദനി ഉസ്താദ് ഏൽപ്പിക്കാം. ഞങ്ങളെ പ്രിയപ്പെട്ട മദനി ഉസ്താദാണ് അവിടെ ലൈവ് സംവിധാനം ഏർപ്പെടുത്തിയത്, ഫസൽ മീഡിയ. അൽഹംദുലില്ലാഹ് ഇന്ന് സുന്നത്തി ജമാഅത്തിലെ ദഅവ പ്രബോധനങ്ങൾ വളരെ മുൻപന്തിയിൽ പ്രവർത്തിച്ചിട്ട് ധാരാളം ഇൽമു ഞാൻ കുറെ മനസ്സിലാക്കിയ ചില ആലിമീങ്ങളെ ഫിഖ് ക്ലാസ്സുകളെല്ലാം നടക്കും. അത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കോ സൗകര്യമാവണോട്ടില്ല ലൈവ് എന്തേ അത് ചിലപ്പോ ജാവല്ല നടക്കണേ പോലുമണായിട്ടുണ്ടാവും. ഇന്നലെ നോക്കൂ ബേക്കൽ ഉസ്താദിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അഭിമന്യ ഗുരുവരിയർ ശൈഖുന അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് ചെറുശോല അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെ ഒരു ക്ലാസ് നടത്തി അതെല്ലാവരും കേൾക്കൊണ്ടുകായ പഠിക്കൊണ്ടുകായ ക്ലാസ്. അങ്ങനത്തെ ധാരാളം ഫിഖ് ക്ലാസ് എല്ലാം ഉണ്ട്, ബേക്കൽ ഉസ്താദിന്റെ ഉണ്ട്, തുടങ്ങിയ നേതാക്കളത് ഉണ്ട്. അപ്പൊ അതെല്ലാം ഒരു ക്ലിപ്പായിട്ട് എപ്പ വേണേ കാത് കൊടുക്കാം. ഒന്നവിടെ ആ ബ്ലൂ കളറിൽ ബണ്ട ലിങ്ക്ഡ് ഒരു ആ കോഡ് ഒത്തിങ്ങമയാവും. അങ്ങനത്തെ സംവിധാനം ആക്കിയിട്ട് എത്രമാ പെണ്ണിങ്ങും ആണിങ്ങും നല്ല പഠിക്കൂ സൗകര്യമുണ്ടോ. ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ നല്ല ഉപയോഗിക്കണമെങ്കിൽ ധാരാളം ഉപയോഗിക്കാം. അത് ഒരു കാരണമാണ് ഞങ്ങളെ ഫസൽ മീഡിയ മദനി ഉസ്താദ് അല്ലാഹു ആ സേവയെല്ലാം കബൂലാക്കി കൊടുക്കട്ടെ. അപ്പൊ ലൈവില് കേൾക്കണമെങ്കിൽ അങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേഗം തുടങ്ങണം. ഞങ്ങളെ കീസൽ ഒരു 10 രൂപ ഉണ്ട് കണ്ടെങ്കിൽ ಅದಕ್ಕೆ ಕಾರಣ ಅಶ್ರಫುಲ್ ಖಲ್ಕ್ ಮುಹಮ್ಮದುರ್ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഈ ദുനിയാവിൽ ഇത്രയെല്ലാം ആസ്വദിക്കോ കാരണ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളല്ലേ ഞങ്ങൾ ചെലവഴിക്കേണ്ടേ, ആ നബി തങ്ങളെ പേരിലല്ലേ കൊടുക്കേണ്ടേ. ഇൻഷാ അല്ലാഹ് ആ ഫസ്റ്റ് ഞങ്ങൾ ഒരു അരി ഒന്ന് ഏകദേശം നിങ്ങൾ ഏറ്റെടുക്കൂ. നല്ല ഒരു സംഖ്യ വേഗാവണം. റബ്ബ തീർ എത്ര കിലോ? 50 കിലോ. അൽഹംദുലില്ലാഹ്. നിങ്ങളുടെ പേര് എങ്ങനെ? കേക്കല റഷീദ അബ്ദുൽ ബഷീർ റഷീദ് അബ്ദുൽ റഷീദ് 50 കിലോ അരി 10 കൈവയ്ത്തി അയാൾ. അല്ലാഹു കബൂലാക്കട്ടെ. നബി തങ്ങളെ നോട്ടം അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ഒട്ടിക ദുആ ഉസ്താദ്. ഇനി രണ്ടാമത്തെ